അഥവാ ഈമാനില്ലാതെ മരിച്ചവൻ അവനവിടെ കുടുങ്ങിയത് തന്നെയാണ്. ഈമാനോടെ മരിച്ചവൻ അവനതാ ബാപ്പന്റെ അത്ര പവറ് മകനില്ലെങ്കിലും, അതുപോലെ മക്കളുടെ പവറ് ബാപ്പയ്ക്കില്ലെങ്കിലും അവനതാ ഒന്നായി ജീവിക്കുന്നതിനല്ലേ അവരെ സന്തോഷം. അതുകൊണ്ട് സ്വർഗത്തിൽ അല്ലാഹ് എന്ത് ചെയ്യുന്നു? ഇന്നല്ലാഹ അസ്സ വജല്ല ലയർഫഉ ദുർരിയത്തൽ മുഅ്മിനി മഅഹു ഫീ ദറജതിഹി ഫിൽ ജന്ന വഇൻ കാന ലം യബ്ലുഹാ ബിഅമലിഹി ലിതഖറബിഹിം നൈലുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീർ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ശരിയായ ഒരു മുഅ്മിൻ സ്വർഗ്ഗത്തിൽ ഒരു വലിയ പദവിയിലെത്തിയാൽ അദ്ദേഹത്തിന്റെ മക്കളോ ഭാര്യമാരോ ബന്ധപ്പെട്ടവരോ അത്രത്തോളം സ്ഥാനമില്ലാത്തവരാണെങ്കിലും ഈ ബാപ്പനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മക്കൾ ഈമാനോടെ മരിച്ച മക്കളാണെങ്കിൽ, ബാപ്പന്റെ പൊരുത്തം വാങ്ങിയ മക്കളാണെങ്കിൽ, അതേ ഈമാൻ കിട്ടിയ മക്കളാണെങ്കിൽ ആലിമീങ്ങളെ ചീത്ത പറയാൻ പോയിട്ടില്ല, തങ്ങന്മാരെ നിസ്സാരപ്പെടുത്താൻ പോയിട്ടില്ല, ഇമാമീങ്ങളെ തള്ളി പറഞ്ഞിട്ടില്ല, സ്വഹാബത്തിനെ തള്ളി പറഞ്ഞിട്ടില്ല, മുൻഗാമികളെ കുറ്റം പറഞ്ഞിട്ടില്ല, ദീനിനെ ചോദ്യം ചെയ്തിട്ടില്ല. അവരാണെങ്കിലും വലിയ മുത്തഖീകൾ തഹജ്ജുദൊക്കെ നിസ്കരിച്ച് ജീവിച്ചിട്ടുമില്ല. പക്ഷേ അവർ ഈമാനോടെ മരിച്ചിട്ടുണ്ട്. അവർക്ക് പദവി വലിയതൊന്നുമില്ലെങ്കിലും ബാപ്പാന്റെ പദവി കാരണത്താൽ, ബന്ധപ്പെട്ടവരുടെ പദവി കാരണത്താൽ അവർക്ക് ഇവര് കൂടെ ഉണ്ടാകുന്നതിലാണ് സന്തോഷമെന്നതിനാൽ മക്കളെയും അവരുടെ സ്ഥാനത്ത് തന്നെ അല്ലാഹ് ഉയർത്തിക്കൊടുക്കുന്നു, ഭാര്യമാരെയും കൂടെ കൊടുക്കുന്നു, ബന്ധുക്കളെയും കൊടുക്കുന്നു, ശിഷ്യന്മാരെയും കൊടുക്കുന്നു. സഹോദരന്മാരെ, അത് തന്നെയല്ലേ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സന്തോഷം? സ്വർഗത്തിലെത്തിയാലും കൂട്ടുകുടുംബവുമായി കൂടെയുള്ളൊരു ജീവിതം, അത് തന്നെയാണ്. ജന്നത്തിൽ ജന്ന, സ്വർഗക്കാര് സ്വർഗത്തിൽ കടന്നാൽ അതാ ബാപ്പ ഉമ്മയെ സംബന്ധിച്ച് ചോദിക്കുന്നു, ഭാര്യയെ കുറിച്ച് ചോദിക്കുന്നു, വലദിഹി മക്കളെ കുറിച്ച് ചോദിക്കുന്നു. അപ്പൊ അവരോട് പറയുന്നു, ഇന്നഹും യുദ്രികൂമാതിരക്ക, നിങ്ങളെ സ്ഥാനം അവർക്ക് കിട്ടാൻ മാത്രം അവരമല് ചെയ്തിട്ടില്ല. ഫയഖൂലു, അപ്പൊ സ്വർഗത്തിൽ കടക്കുന്ന ഈ മഹാൻ, ഈ മുഅ്മിനായ മനുഷ്യൻ പറയുന്നത്, യാ റബ്ബി ഇന്നി അമിൽതു ലീ വലഹും, ഞാൻ ചെയ്തത് എനിക്ക് മാത്രമല്ല അല്ലാഹ്, ഞാൻ ചെയ്തത് എനിക്ക് മാത്രമല്ല എന്റെ ഭാര്യമാർക്കും മക്കൾക്കും കൂടിയാണ്. അതുകൊണ്ട് അല്ലാഹ്, ഞാൻ ചെയ്തത് എനിക്ക് മാത്രമല്ല എന്റെ ശിഷ്യന്മാർക്കുമാണ്, എന്റെ ഉസ്താദുമാർക്കുമാണ്, എന്റെ അനുയായികൾക്കുമാണ്, എന്റെ നേതാക്കൾക്കുമാണ്. ഞങ്ങൾ ആത്മീയ രംഗത്തുള്ള ഞങ്ങൾ ആത്മീയ രംഗത്തുള്ള ഞങ്ങളെ സന്താന പരമ്പര, ആത്മീയ രംഗത്തുള്ള ഉമ്മ ബാപ്പ, അതുപോലെ ശാരീരിക രംഗത്തുള്ള രക്തബന്ധത്തിലുള്ള ഉമ്മ ബാപ്പ, അതുപോലെ ഭാര്യാഭർത്താക്കന്മാർ, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വലുതാണ്. അതുകൊണ്ട് ഞാൻ ചെയ്ത പ്രവൃത്തി എനിക്ക് മാത്രമല്ല അവർക്കും കൂടിയാണ് അല്ലാഹ് എന്ന് റബ്ബിനോട് പറയുമ്പോ അപ്പോഴവരെയും കൂടി ഇദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്ത് തന്നെ കൊണ്ടുവന്ന് എത്തിക്കാൻ അല്ലാഹുവിങ്കൽ നിന്ന് കൽപ്പന ഉണ്ടാകുന്നു. പക്ഷേ അതിന് ഈമാനോടെ മരിക്കണേ ചെറുപ്പക്കാരെ, ഈമാനോട് മരിക്കണേ ഉമ്മമാരെ, ഈമാനോടെ മരിക്കണേ രക്ഷിതാക്കളെ. ഈമാൻ ഇല്ലെങ്കിലോ കൊല്ലും ബിമാ കസബറഹീ, ഈമാനില്ലാതെ മരിച്ചുപോയാൽ അവനവിടെ പണയം വെക്കപ്പെട്ടവനെ പോലെ, പണയം വെച്ച സാധനം ഉദ്ദേശിക്കുമ്പോൾ എടുത്തിങ്ങ് പോരാൻ കഴിയില്ലല്ലോ. അതുപോലെ അവനതാ നരകത്തിന്റെ ഭാഗത്ത് അവനങ്ങ് നിന്നുപോകും കേട്ടോ. അങ്ങനെ സ്വർഗത്തിലെല്ലാവരും കൂട്ടായുള്ള ജീവിതം, ആ ജീവിതത്തെ കുറിച്ച് വീണ്ടും എന്ന് പറയുകയാണ്, അവർക്ക് നമ്മളതാ നല്ല 1-ാം നമ്പർ ഫ്രൂട്ട്സുകളും 1-ാം നമ്പർ പഴങ്ങളും നൽകുന്നു നബിയേ. അവർക്ക് ഏത് പക്ഷിയുടെ മാംസമാണോ വേണ്ടത്, ഏത് രൂപത്തിലാണോ വേണ്ടത്, ഏത് മൃഗത്തിന്റെ മാംസമാണോ വേണ്ടത്, ഏത് വസ്തുവിന്റെ ഏത് മാംസമാണോ വേണ്ടത്, ഏത് മാംസവും അവിടെ ലഭിക്കുകയാണ്. യതനാസഊന ഫീഹാ കൈസൻ ലാ ലഹും ഫീഹാ വലാ
അവരതാ ഭാര്യയും മക്കളും ബാപ്പയും മക്കളും ഭാര്യയും ഭർത്താവും നേതാവും അനുയായിയോ അതേ എല്ലാവരും പരസ്പരം കോപ്പകൾ കൈമാറുന്നു. സഹോദരന്മാരെ, സന്തോഷത്തിന്റെ സ്വീകരണം കിട്ടുന്ന സമയത്ത് അതാ ഭാര്യന്റെ തൊള്ളയിലേക്ക് അതേ മിഠായി വെച്ചു കൊടുക്കലില്ലേ, തിരിച്ച് ഭാര്യ ഇങ്ങോട്ട് വെച്ചു കൊടുക്കലില്ലേ, മക്കളെ തൊള്ളയിലേക്ക് മധുരം വെച്ചു കൊടുക്കലില്ലേ. എന്നാൽ അവിടെ അതാ കോപ്പകൾ കൈമാറുകയാണ്. അതേ തനാസഊന ഫീഹാ കൈസല്ലാലൗൻ ഫീഹാ വലാ തൗഫീം. ഇവിടെ ഒരാൾ മന്ത്രിയായിട്ട് ആ മന്ത്രിയുടെ ഭാര്യയ്ക്ക് അവനതാ എന്തെങ്കിലും തൊള്ളയിൽ വെച്ചു കൊടുക്കുന്ന ചിത്രം കണ്ടാൽ, അല്ലെങ്കിൽ ആ ഭാര്യ വെച്ചു കൊടുക്കുന്ന മധുരം കൊടുക്കുന്ന ചിത്രം കണ്ടാൽ, പിറ്റേ ദിവസം എതിരായി സംസാരിക്കുന്ന എതിർ പാർട്ടിക്കാരില്ലേ, എതിരാളികളില്ലേ, സ്വർഗത്തിൽ പരസ്പരം ഇങ്ങനെ കൈമാറുന്ന സമയത്ത് അവിടെ കുറ്റം പറയുന്നവരില്ല, കുറ്റം കെടുത്തുന്നവരില്ല, അവിടെ കളവ് പറയുന്നവരില്ല, ചീത്ത പറയുന്നവരില്ല, ശല്യം ചെയ്യുന്നവരില്ല. അതൊരു വല്ലാത്ത ലോകം തന്നെ. സ്വർഗത്തിലുള്ള ഈ കക്ഷികളെ സമീപത്ത് നല്ല മുത്തുമണികളെ പോലുള്ള മക്കൾ, ആ മക്കൾക്കൊരിക്കലും പ്രായം വർദ്ധിക്കുന്നില്ല, രോമം മുളക്കുന്നില്ല. നല്ല മുത്തുമണികളെ പോലുള്ള മക്കൾ വന്ന് അതാ ചുറ്റിക്കറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ജല്ല ജലാലുഹു പിന്നെയും പറയുന്നു, വഅഖബല ബഅ്ദുഹും അലാ ബഅ്ദിൻ യതസാഅലൂൻ. അവര് പരസ്പരം അതാ വട്ടമേശയ്ക്കിരിക്കുന്നത് പോലെ പരസ്പരം മുഖമിട്ടിരുന്നിട്ട് ചോദിക്കുകയാണ്. ഖാലൂ ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്രിഖീൻ. നമ്മൾക്ക് ഇങ്ങനെ ഒരു കൂട്ടുജീവിതം, എന്നും സന്തോഷമുള്ളൊരു ജീവിതം കിട്ടിയതെങ്ങനെ? നമ്മളിൽ മുമ്പ് തന്നെ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ അള്ളാനെ ഭയപ്പെട്ട് ജീവിച്ചു, അള്ളാന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ച് ജീവിച്ചു. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. അപ്പൊ അള്ളാഹ് നമുക്ക് തന്നെ നിഅമത്താണ്, അനുഗ്രഹമാണ്, വമ്പിച്ച അനുഗ്രഹമാണ്. വവഖാനാ അദാബസ്സമൂം. ഇതിനപ്പുറം കിടക്കുന്നില്ലേ ഒരു കൂട്ടര്? തെമ്മാടിത്തം ചെയ്തവര്, തഖ്വയില്ലാത്തവര്, ഈമാനില്ലാത്തവര്, എന്തും നാവിന് വിളിച്ചു പറഞ്ഞവര്, എന്തും പ്രവർത്തിച്ചവര്, എന്തും വിശ്വസിച്ചവർ ഒരു കൂട്ടരപ്പുറത്തില്ലേ? അവരതാ വല്ലാത്ത കരിക്കുന്ന നരകത്തിൽ അവരങ്ങനെ കൂടുകയല്ലേ. അൽഹംദുലില്ലാഹ് ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദൂഹു ഇന്നഹു ഹുവൽ ബർറുർ റഹീം. ഈ സ്വർഗം കിട്ടാൻ വേണ്ടി നമ്മളതാ റബ്ബിനോട് പ്രാർത്ഥിച്ചവരല്ലേ, അവൻ കൊടുക്കുന്ന രാജാവല്ലേ, വാഗ്ദത്തം നിറവേറ്റുന്നവനല്ലേ, കാരുണ്യം ചെയ്യുന്നവനല്ലേ. സന്തോഷം കൊണ്ടവര് പരസ്പരം പറയുകയാണ്, ഓ ചെറുപ്പക്കാരേ, അതൊരു വല്ലാത്ത ദിവസമാണ് കേട്ടോ, വല്ലാത്ത സമയമാണ് കേട്ടോ. ആ സമയത്തെക്കുറിച്ച് ചിന്തിച്ച് ആ സ്വർഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് അന അവ്വലു മൻ യുഹരികു ഹൽഖൽ ജന്ന, സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിച്ചു കുലുക്കി സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് ഞാനാണെന്ന് അവിടുന്ന് പറഞ്ഞു. ആ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിക്കാനല്ലേ അവിടുത്തെ സന്താന പരമ്പരകൾ നേതൃത്വം കൊടുക്കുന്ന ദിക്റിന്റെ ഹൽഖയിൽ നമ്മൾ വന്നത്, അവിടുത്തെ അനന്തരക്കാര് നേതൃത്വം കൊടുക്കുന്ന ആലിമീങ്ങളെ സദസ്സിൽ നമ്മൾ പോകുന്നത്. അതിനുവേണ്ടി തന്നെയല്ലേ ആലിമീങ്ങളെ നമ്മൾ പ്രിയം വെച്ചത്. അതുകൊണ്ട് തന്നെ ആ സ്വർഗത്തിൽ സന്തോഷത്തിൽ കഴിയുന്നൊരു രംഗം, ആ രംഗത്തിന് വേണ്ടിയുള്ള അധ്വാനം, അതിനു വേണ്ടിയുള്ള ചിന്ത, അതല്ലേ ഒരു മനുഷ്യന് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ചിന്ത. ഫയനാളിറൻ സഹറൽ ദസാതീനി ദൂനഹാ أظنك أعمى ليس للحسن تبصر.
ഇമാം യാസീർ റളിയല്ലാഹുവല്ലേ പാടിയത്, മോനെ നല്ല ഇരുട്ടുള്ള ദിവസം നീ മേൽപോട്ടൊന്ന് നോക്കൂ. ആ മേൽപോട്ട് നോക്കുമ്പോ നക്ഷത്രങ്ങൾ എന്തൊരു ഭംഗിയാണ്. നീ ഭൂമിയിലുള്ള തോട്ടങ്ങൾ മാത്രം നോക്കിയാൽ മതിയോ? നിനക്ക് കണ്ണുണ്ടെങ്കിൽ ഒന്ന് മേൽപോട്ട് നോക്കൂ. ആ നക്ഷത്രങ്ങളുടെ ഭംഗിയൊന്ന് നോക്കൂ, അതിന്റെ കോർവയൊന്ന് നോക്കൂ. ഇത് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, മോനെ വയമല്ലഹ അന്നൽ മഹസീന കുല്ലഹാ ബിദാരിൻ ബിഹാ മാദാ അലൽ ഖൽബി യഖ്തുറൂ. ഒരു മനസ്സിലും ഉദിച്ചുയരാത്ത സംഗതികളല്ലേ യഥാർത്ഥ തോട്ടമായ സ്വർഗത്തിന്റെ തോട്ടത്തിലുള്ളത്. അവിടെയുള്ളതെല്ലാം നന്മകളല്ലേ. ആ സ്വർഗത്തിൽ ഒരു കാതും കേൾക്കാത്തതല്ലേ ഉള്ളത്, ഒരു കണ്ണും കാണാത്തതല്ലേ ഉള്ളത്. മനസ്സാഗ്രഹിക്കുന്നത് അപ്പോൾ അവിടെ ഹാജരാവുകയല്ലേ ചെയ്യുന്നത്. كل عين وعيشها يزيد صفاء قط لا يتكدرون. അവിടെ എപ്പോഴും ഓരോ ദിവസവും കഴിയുമ്പോ സന്തോഷത്തിന്റെ ജീവിതം ഇങ്ങനെ ഉണ്ടാവുകയല്ലേ. ദുനിയാവിലെ ജീവിതം പോലെ ആരോഗ്യം തകരുന്നില്ലല്ലോ, ഭംഗി നശിക്കുന്നില്ലല്ലോ, പതാ കറുത്ത രൂപം വെളുക്കുന്നില്ലല്ലോ. മിനദ്ദുർരി വൽയാഖൂതി തുബ്നാ ഖുസൂറുഹാ വമിൻ ദഹബിൻ മഅസില്ലത്തിൻ ലാ തഗയ്യറു. സ്വർണത്തിന്റെതല്ലേ അവിടുത്തെ വീടിന്റെ ഇഷ്ടിക, വെള്ളിയുടേതല്ലേ അതിന്റെ മാളികയുടെ ഇഷ്ടിക, അതിനൊരിക്കലും മാറ്റം വരുന്നില്ലല്ലോ. ഏത് പക്ഷിയുടെയും ഏത് ആഗ്രഹിക്കുന്ന മാംസവും കിട്ടുകയല്ലേ, ഏത് ഫ്രൂട്ട്സും അവിടെ തെരഞ്ഞെടുക്കാൻ ലഭിക്കുകയല്ലേ. അവിടെയുള്ള കുടിക്കുന്ന വസ്തുക്കൾ കർപ്പൂരവും, അതേ അവിടെ അതാ ഹൗലുൽ കൗസറും സെൽസബീലും എന്തെല്ലാം ഐനുകളാണ്, വരുവികളാണ്, തോടുകളാണ്, പുഴകളാണ്. തേനിന്റെ പുഴയല്ലേ ഒഴുകുന്നത്. ഒരിക്കലും തന്നെ ശരീരത്തിന് ലക്ക് തെറ്റുന്ന സ്വഭാവമില്ലാത്ത, ഒരിക്കലും ലഹരിയില്ലാത്ത എ ക്ലാസ് കള്ളല്ലേ ഒഴുകുന്നത്, നല്ല പാലല്ലേ ഒഴുകുന്നത്, ശുദ്ധജലമല്ലേ ഒഴുകുന്നത്. എന്തെല്ലാം നദികളാണ് അവിടെ. മുന്തിയ പട്ടല്ലേ അവിടെയുള്ള വിരിപ്പ്, മുന്തിയ പട്ടല്ലേ അവിടെ വസ്ത്രം. സുബ്ഹാനല്ലാഹ്, അവിടെയുള്ള ചരക്കല്ലുകളും മണ്ണുമൊക്കെ കസ്തൂരിയല്ലേ, അവിടെയുള്ളത് മുത്തുമണികളല്ലേ. എന്തെല്ലാം പഴങ്ങൾ, എന്തെല്ലാം മരങ്ങൾ. അതിങ്ങനെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഓരോ വിഷയങ്ങൾ, ഹദീസിൽ പറഞ്ഞ വിഷയങ്ങൾ അതെടുത്തിങ്ങനെ പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് അവിടുന്ന് പറഞ്ഞു, അക്വാബുഹാ മിൻ ഫില്ലത്തിൻ ലാ കബീറതു അലാ സാദിമിൻ മിൻഹാ വലാ ഹിയ തസ്ഖുറു. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതാണ് സൂറത്തുൽ ഇൻസാനിൽ. അതാ മഹാനവറുകൾ പറയുന്നത്, കുടിക്കാൻ എത്ര ആവശ്യമുള്ള വെള്ളം വേണോ അത്ര മാത്രമേ കിട്ടുന്നുള്ളൂ. അധികമുണ്ടാകില്ല, കുറഞ്ഞു പോകില്ല. അതെത്ര വേണമോ വലിപ്പം അതിനനുസരിച്ചുള്ള പാത്രമാണ്. അതാ ചെറിയ മക്കൾ കൊണ്ടുവന്ന് നൽകുകയാണ്. നിനക്കും എനിക്കും വാഹനം മതിയാകുന്നില്ല അല്ലേ, വാഹനത്തിന്റെ ഭംഗി പോരല്ലേ. എന്നാൽ പ്രകാശത്തിന്റെ കുതിരകളല്ലേ അവിടെ വാഹനം. അവിടെ അതാ എന്തെല്ലാമോ മുത്തുകളും മാണിക്യങ്ങളുമല്ലേ. അവിടെയുള്ള ഭാര്യമാരുടെ കന്യകത്വം ഒരിക്കലും നശിക്കുന്നില്ലല്ലോ. എന്നും കന്യകൾ തന്നെ, എന്നും ഭംഗിയുള്ളവർ തന്നെ. ഒരിക്കലും ജലദോഷമില്ല, കൊരയില്ല, പനിയില്ല, ഉരവേദനയില്ല, സുബ്ഹാനല്ലാഹ് ഒരു രോഗവുമില്ല. എന്നും കന്യകത്വമുള്ള ഭാര്യമാർ, എന്നും അതാ യുവത്വമുള്ള ഭർത്താക്കന്മാർ.
الخيل خوضات وغير وخرد مدى الدهر لا تبلا ولا تتغيروا മാറ്റമില്ലാതെ തുടരുകയല്ലേ. ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ അതാ സ്വർഗത്തിൽ കിട്ടുകയല്ലേ മോനെ. ആ കിട്ടുന്ന സ്ഥലത്തുള്ള അതൊക്കെ ഒന്ന് നശിപ്പിച്ചിട്ട് ഇവിടെ ചുരുങ്ങിയ കാലം നീ ദുന്യാവിന് വേണ്ടി ജീവിച്ച് നശിപ്പിച്ചാൽ അത് വലിയ നഷ്ടമല്ലേ. എന്നാൽ നിങ്ങളറിയോ, അവിടുന്നൊക്കെ പോയിട്ട് പിന്നെയില്ലേ ഒരു രംഗം, തബാറക ബിസിൽ ഖൽഖി അൻ സിർരി ഹിക്മതി ഹുവല്ലാഹു മൗലാനൽ ഹകീമുൽ മുദബ്ബിറു ഇദാ മാ തജല്ലാ ഫീ ജമാലി ജലാലിഹി തആലാ ലികുല്ലിൽ മുഅ്മിനീന ലിയൻദുറൂ. ഓ മുഅ്മിനീങ്ങളെ, സ്വർഗത്തിലുള്ള എല്ലാ ഹൂറുലികളെയും മറന്നുപോകുന്ന സമയം, പഴങ്ങളും ധാന്യങ്ങളും ഫ്രൂട്ട്സുകളും എല്ലാം മറന്നുപോകുന്ന സമയം. എന്താണത്? ഈ എല്ലാ ഭംഗികളും പടച്ച ലോകത്തിന്റെ അധിപനായ റബ്ബ്, ആ റബ്ബിനെ കാണാനുള്ള അവസരം തരുന്നൊരു സമയം. സുബ്ഹാനല്ലാഹ് വഖദ് സീനത്ത് ജന്നത്തു അദ്നിൻ വസുഖരിഫത്ത് നസൂഖുൽ മാ ഫീഹാ لما منه وبصروا جمالا ووصفا جل ليس كمثله وفضلا وإن هذا يجل ويكبر نعيم ولذات وعز ورفعة وقرب ورضوان وملك ومفخر. അല്ലാഹുവിനെ കാണുന്ന സമയം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, പ്രശോഭിതമായ മുഖം, അല്ലാഹു ആകുന്ന റബ്ബിലേക്ക് നോക്കുന്ന മുഖം. ആ മുഖങ്ങൾ വല്ലാത്ത അനുഗ്രഹമുള്ള മുഖങ്ങൾ തന്നെ. അവിടെ വെച്ച് എല്ലാ ഭംഗികളും എല്ലാ നിഅമത്തുകളും അതാ അല്ലാഹുവിനെ കാണുന്ന സമയത്ത് മറന്നുപോയി. അതൊക്കെയും സ്വർഗത്തിൽ തയ്യാർ ചെയ്തിട്ടുണ്ട് മോനെ, സ്വർഗത്തിൽ തയ്യാർ ചെയ്തിട്ടുണ്ട് മോനെ. പക്ഷേ അതിന് അല്ലാഹുവിന്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കണം. അതിന്റെ നേരെ അപ്പുറത്തുണ്ട് കേട്ടോ വലിയ ഗൗരവമുള്ള നരകം. അല്ലാഹു കാക്കട്ടെ. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ബഹുമാനപ്പെട്ടവർ അവസാനം ഒരു ചോദ്യം ചോദിച്ചു, എടോ അലാബായി അൽഫാനിൽ حقيرا بباقي خطير وملك ليس يبلى ويدمر. ഈ സുഖലോലുപനായി കഴിയാൻ എല്ലാ കാലത്തും ആരുള്ള സ്വർഗം, അത് ചെറിയ കാലത്തുള്ള സുഖത്തിന് വേണ്ടി, ചെറിയ കാലത്തുള്ള പണത്തിന് വേണ്ടി, ചെറിയ കാലത്തുള്ള മറ്റ് വിഷയങ്ങൾക്ക് വേണ്ടി, അധികാരത്തിന് വേണ്ടി, സ്ഥാനത്തിന് വേണ്ടി വിറ്റുകളയുന്ന മനുഷ്യ, നിന്നെപ്പോലെ ലക്ഷണം കെട്ടവനാരാണ്, പരാജയപ്പെട്ടവനാരാണ്. അലാ മുസ്തദിന്നുൽ ഹർരി നാരിൻ നളീമതി ഉലൂഫാ സിനീന തിൽക തുഹ്മാ വതുസ്അറൂ. ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കത്തിക്കപ്പെട്ട ഭയാനകമായ നരകം. لها سرر كالقصر فيها سلاسل طاب وأغلال فغلوا وجرجروا. കയ്യും കാലും പിടിച്ച് കെട്ടിയിട്ട് വലിച്ചെറിയുകയല്ലേ നരകത്തിന്. അതിന് പകരമല്ലേ അള്ള തരുന്ന ഈ സ്വർഗം. ആ സ്വർഗത്തിനെ ആശിച്ചു ജീവിക്കൂ മുഅ്മിനേ. ആ സ്വർഗം ചോദിക്കൂ മുഅ്മിനേ. അതിനുവേണ്ടി അധ്വാനിക്കൂ മുഅ്മിനേ. അതിനുവേണ്ടി ചെലവഴിക്കൂ മുഅ്മിനേ. അതിനുവേണ്ടി ജീവിക്കൂ മുഅ്മിനേ. അല്ലാഹു
ജല്ല ജലാലുഹു നമുക്കതിന് ഭാഗ്യം നൽകട്ടെ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. നമുക്ക് ദിക്റും ദുആയും നടത്തണം. അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് നീ ദുആ കിതാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. ഞങ്ങളുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനേ. സഹോദരന്മാരെ, ഈമാനും തഖ്വയും ഉണ്ടോ? അവൻ വിജയിച്ചു പോയി കേട്ടോ. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, ആലിമീങ്ങൾക്കിടയിൽ ചില്ലറ മസല തർക്കങ്ങളോ സംഘടനാ തർക്കങ്ങളോ ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ നിങ്ങൾ ആരെയും ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് നിങ്ങളൊരിക്കലും കുറ്റം പറയരുത് കേട്ടോ. ഞാനിവിടെ വന്നപ്പോൾ ഗ്രൂപ്പിസത്തിന്റെ പേരിൽ നിങ്ങൾ അങ്ങയെ ഞാൻ പലപ്പോഴും ആക്ഷേപിച്ചിട്ടുണ്ടത് പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരാൾ കത്തയച്ചു, മോനെ നിനക്ക് മാത്രമല്ല എന്നെ ആരെന്ന് പറഞ്ഞു, ഞാൻ നേരത്തെ തന്നെ പൊരുത്തപ്പെട്ടവനാണ്. അല്ലാഹുവേ, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തുകളാണ് ഞങ്ങൾ. ഈ കുറ്റം പറഞ്ഞു എന്ന് പറയുന്നവരെക്കാൾ എത്രയോ കുറ്റവും തെറ്റും ചെയ്ത പാപി ഞാനായിരിക്കും. ഞങ്ങളെല്ലാവരെയും നന്നാക്കി തരളേ റഹ്മാനേ. ഞങ്ങളെല്ലാവരുടെയും ഖൽബ് നന്നാക്കളേ റഹ്മാനേ. ഈമാനും തഖ്വയുമുള്ള മുഅ്മിനീകള് സ്വർഗത്തിലങ്ങ് കടന്നാൽ, ആലിമീകള് സ്വർഗത്തിലങ്ങ് കടന്നാൽ, ചിലപ്പോ ചെറിയ ശാഖാപരമായ മസല തർക്കം കൊണ്ട് ആലിമീകൾ തമ്മിൽ ചിലപ്പോൾ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുന്നുണ്ടാകും, ആലിമീകൾ തമ്മിൽ ചിലപ്പോൾ പുസ്തകം എഴുതുന്നുണ്ടാകും, ആലിമീകൾ തമ്മിൽ ചിലപ്പോൾ തർക്കം കൂടുന്നുണ്ടാകും. അതൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീകൾക്കിടയിൽ ചില്ലറ ശാഖാപരമായ വിഷയങ്ങളിൽ തർക്കം കൂടുന്നത് കേട്ടിട്ട്, മോനെ നീ ഒരൊറ്റ ആലിമിനെയും കുറ്റം പറയണ്ട കേട്ടോ, നീ ആരെയും ചീത്ത പറയണ്ട കേട്ടോ. നിനക്ക് ഹൈറാണെന്നും നല്ലതാണെന്നും തോന്നുന്നതിൽ നീ പ്രവർത്തിക്കുമ്പോ നീ ആരെയും കുറ്റം പറയണ്ട. നീ അറിയോ മഹാന്മാരുടെ അവസ്ഥ എന്താണെന്നറിയോ? ഖുർആനിലതല്ല പറഞ്ഞിട്ടുണ്ട്, ഉലൈക അസ്ഹാബുൽ ജന്നതി ഹും ഫീഹാ ഖാലിദൂൻ. മഹാന്മാര് സ്വർഗക്കാരാണ്, അവര് സ്വർഗത്തിൽ എന്നെന്നും താമസിക്കുന്നവരാണ്. അപ്പൊ പിന്നെ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും, അതേ ആ ഇമാമും ഈ ഇമാമും തമ്മിൽ മസല തർക്കമുണ്ടല്ലോ. അതാ ബഹുമാനപ്പെട്ട പാറക്കടവിലുള്ള മഖ്ബറയിൽ കിടക്കുന്ന മഹാൻ, ആ മഹാനും ഉമർ ഖാദി റളിയല്ലാഹു അൻഹു തമ്മിൽ ചെമ്പോത്തിനെ തിന്നാമോ തിന്നുകൂടെ എന്ന് പറഞ്ഞൊരു വലിയ മസല തർക്കമുണ്ടായിരുന്നു. ചെമ്പോത്തിനെ തിന്നാമെന്നൊരാളും തിന്നുകൂടാ എന്ന് മറ്റേയാളും. ഉമർ ഖാദി തങ്ങളും ബഹുമാനപ്പെട്ടവരും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഗണ്ണിച്ച് കിതാബ് എഴുതിയിട്ടുണ്ട്. ഞാൻ ആ കിതാബ് കണ്ടിട്ടുമുണ്ട്. സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ആലിമീങ്ങൾക്കിടയിൽ തർക്കം മുമ്പുമുണ്ട്, മസലകളിൽ തർക്കമുണ്ട്, പല വിഷയത്തിലും തർക്കമുണ്ട്. പക്ഷേ രണ്ടുപേരും ഔലിയാക്കളിൽപ്പെട്ട ആലിമീങ്ങളാണ് കേട്ടോ. അതുപോലെ ആലിമീങ്ങൾക്കിടയിൽ ചില്ലറ മസല തർക്കങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ നിനക്ക് തോന്നും ഇവരെന്തേ ഇങ്ങനെയത്? നിന്റെ മനസ്സ് നീ ദുഷിപ്പിക്കേണ്ട. അല്ലാഹ് അവരെ പറ്റി പറയുന്നത് കേട്ടോ, അസ്ഹാബുലൈക അസ്ഹാബുൽ ജന്നതി ഹും ഫീഹാ ഖാലിദൂൻ. സ്വർഗം കിട്ടുന്ന മഹാന്മാർ അവരെന്നും സ്വർഗത്തിൽ തന്നെയാണ്. അപ്പൊ പിന്നെ അവർ തമ്മിൽ അവർ രണ്ടാളും ഒന്നായിട്ട് എങ്ങനെ സ്വർഗത്തിൽ കിടക്കുക? അവർ തമ്മിൽ മസല തർക്കമില്ലേതാണ് നിങ്ങളെ സംശയം വരിക. അവർ തമ്മിൽ തർക്കം നടന്നില്ലേന്നാ സംശയം വരിക. അതിന് അല്ലാഹ് മറുപടി പറയാണ്, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ തജ്രീ മിൻ തഹ്തിഹിൽ അൻഹാർ. അവരെ മനസ്സുകൾക്കിടയിൽ എന്തെങ്കിലും അകൽച്ചയുണ്ടെങ്കിൽ അതൊക്കെ സ്വർഗത്തിൽ കടത്തുമ്പോൾ നമ്മളങ്ങ് എടുത്തു മാറ്റിക്കളയും നബിയേ. അവർക്കിടയിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ സ്വർഗത്തിൽ കിടക്കുന്ന സമയത്ത് അവരെ മനസ്സിന് നമ്മളങ്ങ് എടുത്തു കളയും നബിയേ. എന്നിട്ട് സന്തോഷത്തോടെ രണ്ടു കൂട്ടരെയും അങ്ങ് സ്വർഗത്തിൽ കടത്തും. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ അങ്ങനെയാണ്. അതേ സമയത്ത് സുന്നത്ത് ജമാഅത്തിന് പുറത്തു പോകുമ്പോൾ അപകടമാണ് കേട്ടോ. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കി വെച്ചോളണം. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ തജ്രീ മിൻ തഹ്തിഹിൽ അൻഹാർ. അവരുടെ താഴ്ഭാഗത്തുകൂടി പുഴ ഇങ്ങനെ ഒഴുകുകയാണ്. വഖാലു അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അൽഹംദുലില്ലാഹ്. അവരെ സ്വർഗത്തിലെ ദിക്റാണ്. അല്ലാഹ് നമ്മളിലേക്ക് ഇതിലേക്ക് നമ്മളെ തിരിച്ചതുകൊണ്ട് നമ്മൾ എത്തി. അല്ലാഹ് തിരിച്ചില്ലെങ്കിൽ നമ്മൾ തിരിയില്ലായിരുന്നു. ലഖദ് ജാഅത് റസൂലു റബ്ബിനാ ബിൽ ഹഖ് വനൂദു അൻ തിൽകുമുൽ ജന്നത്തു ഉരിസ്തുമുഹാ ബിമാ കുൻതും തഅമലൂൻ.
ഞങ്ങൾക്ക് മുർസലീങ്ങൾ സത്യവുമായി വന്നു, സ്വർഗമുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. ഇതവര് സന്തോഷത്തോടെ സ്വർഗത്തിൽ വെച്ച് പറയാണ്, വനാദാ അസ്ഹാബുൽ ജന്നത്തി അസ്ഹാബൻ നാരി. എന്നിട്ട് സ്വർഗത്തിൽ നിന്ന് നരകക്കാരെ വിളിച്ചിട്ടുണ്ട്. സ്വർഗക്കാർക്ക് ഒരു ചോദ്യം, സ്വർഗക്കാര് നരകക്കാരെ വിളിച്ചിട്ട് അങ്കത് വജദനാ മാ വഅദനാ റബ്ബുനാ ഹഖാ ഫഹൽ വജദതും മാ വഅദ റബ്ബുകും ഹഖാ. ഞങ്ങൾക്ക് അല്ലാഹു വാഗ്ദത്തം ചെയ്ത സ്വർഗം ഞങ്ങൾ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടി, നിങ്ങൾക്ക് അല്ലാഹു വാഗ്ദത്തം ചെയ്ത അദാബ് നിങ്ങൾക്കും കിട്ടിയോ? നരകക്കാരെ സ്വർഗത്തിൽ നിന്ന് വിളിച്ചു ചോദിക്കുകയാണ്. ഖാലൂ നഅം. നരകത്തിലുള്ളവർ പറയുന്നത് അതേ കിട്ടി. ഫഅദ്ദന മുഅദ്ദിനും ബൈനഹും അല്ലാനത്തുല്ലാഹി അലൽ ളാലിമീൻ. അപ്പോഴല്ലേ ഒരു വിളിച്ചു പറയുന്നവര് രണ്ടാളെയും ഇടയ്ക്ക് നിന്നിട്ട് വിളിച്ചു പറയുന്നത് അല്ലാനത്തുല്ലാഹി അലൽ ളാലിമീൻ. അക്രമം ചെയ്തവർ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെട്ടു പോയി. ലാനത്ത് ളാലിമീങ്ങളുടെ മേലാണ്, അക്രമം ചെയ്തവരുടെ മേലാണ്. അല്ലദീന യസുദ്ദൂന അൻ സബീലില്ലാഹി വയബ്ഗൂനഹാ ഇവജാ. അവര് നേരെയുള്ള ദീനുൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നതിന് പകരം അത് വളഞ്ഞ രൂപത്തിലാണ് അവർ കണ്ടുപിടിക്കാൻ നടന്നത്. അള്ളാന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിച്ചിട്ട്, നമ്മളെ മുൻഗാമികളായ മഹാന്മാർ നടന്നു വന്ന വഴിയിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ട്, ഇസ്ലാമിന്റെ ഈമാനിന്റെ വഴിയിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ട്, മുൻഗാമികളായ ആലിമീങ്ങൾ നടന്ന വഴിയിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ട്, സാലിഹീങ്ങളെ വഴിയിൽ നിന്ന് പിന്തിരിപ്പിച്ചു കൊണ്ടുപോയവർ വഹും ബിൽ ആഖിറതി കാഫിറൂൻ. വഹും ബിൽ ആഖിറതി കാഫിറൂൻ. അവർ ആഖിറത്തിൽ വിശ്വസിക്കാത്തവരാണ്. വബൈനഹുമാ ഹിജാബ്. അവർക്കിടയിൽ മറയാണ്. അതാ വഅലൽ അഅറാഫി റിജാലുൻ യഅരിഫൂന കുല്ലം ബിസിമാഹും വനാദൗ അസ്ഹാബൽ ജന്നതി അൻ സലാമുൻ അലൈക്കും ലം യദ്ഖുലൂഹാ വഹും യത്മഊൻ. സ്വർഗത്തിന്റെ അതിരിനടുക്കൽ നിൽക്കുന്ന മറ്റൊരു വിഭാഗം, അതാ അറാഫിൽ നിൽക്കുന്നവർ, അവർക്കതാ ആളുകളെ കാണുമ്പോ അത് അടയാളം കൊണ്ട് മനസ്സിലാകുന്നുണ്ട്. അവര് സ്വർഗക്കാരെ വിളിച്ചിട്ട് അവരിങ്ങനെ സ്വർഗക്കാർക്ക് സലാം പറയുന്നു. ലം യദ്ഖുലൂഹാ. ഈ അറാഫിൽ നിൽക്കുന്നവർ സ്വർഗത്തിൽ കടന്നിട്ടില്ല. വഹും യത്മഊൻ. അവരിങ്ങനെ സ്വർഗത്തിൽ കടക്കണം എന്ന് ആഗ്രഹിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അർഹമുർ റാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല അറാഫ് എന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കുന്നവരെ സ്വർഗത്തിലേക്ക് അവസാനം കടത്തുന്നു. ആ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് ഭയപ്പെട്ട് ജീവിക്കണമെന്ന് മാത്രം ഈ സമയത്തുണർത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസ് നീ ദുആ കിതാബത്തുള്ള മജ്‌ലിസാക്കണം റഹ്മാനേ. ഞങ്ങളുടെ സദസ്സ് നീ പൊരുത്തപ്പെട്ട സദസ്സാക്കണം റഹ്മാനേ. സഹോദരന്മാരെ, നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വന്നിട്ടുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ മജ്‌ലിസ് ദുആ കിതാബത്തുള്ള മജ്‌ലിസായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. സിറാജുൽ ഹുദയുടെ കീഴിൽ നടക്കുന്ന ദേവാ കോളേജ്, ആ ദേവാ കോളേജിലെ കുട്ടികൾക്ക് വേണ്ടി, അതുപോലെ വേണ്ടി വന്നാൽ ശരീഅത്ത് കോളേജിലെയും കുട്ടികൾക്ക് വേണ്ടി കുറ്റ്യാടി സിറാജുൽ ഹുദയുടെ പുതിയ സ്ഥലത്ത് ഏകദേശം 1 കോടി രൂപ വില വരുന്ന ഒരു ബിൽഡിങ്ങിന്റെ പണി നടക്കുന്നുണ്ട്. അല്ലാഹു തആല അത് പൂർത്തീകരിച്ച് തീരുമാനാകട്ടെ. ആ സ്ഥലത്തിനു വേണ്ടി, അതിന്റെ സ്ഥലത്തിനു വേണ്ടി സംഖ്യ സഹായിച്ച ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം പാലക്കാട് ജില്ലക്കാരനാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് സ്വർഗത്തിൽ പകരം സ്ഥലം കൊടുക്കട്ടെ. അതിന്റെ തൊട്ടടുത്ത് കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ക്യാൻറ്റീനും മേലെ വലിയ കുത്തുബ്ഖാനയും കുട്ടികൾക്കും ഉസ്താദുമാർക്കൊക്കെ താമസിക്കാനും മറ്റുമുള്ള പല സൗകര്യങ്ങളും പഠനത്തിനുള്ള സൗകര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഏകദേശം ഒരു 60 ലക്ഷം രൂപയോളം വരുന്ന ഒരു ബിൽഡിങ്ങിന്റെ പ്ലാന് ഞാൻ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞ ആഴ്ച മലപ്പുറം ജില്ലയിലുള്ള ഒരാളോട് നിങ്ങളത് എടുത്തു തരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഞാൻ ആലോചിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അത് പൂർത്തീകരിച്ചു തരാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ആ ബിൽഡിംഗ് എടുക്കേണ്ട സ്ഥലം ഏകദേശം 10-25 ലക്ഷം രൂപയോളം കൊടുത്തുകൊണ്ട് വാങ്ങിയ സ്ഥലം ഇന്നും ഞാൻ ഒരാളോട് അദ്ദേഹത്തിന്റെ മരണപ്പെട്ടുപോയ മകന്റെ പേരിൽ വാങ്ങി വഖഫ് ചെയ്തു തരണം എന്ന് ഇന്ന് രാവിലെ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു ആ മകന് സ്വർഗത്തിലേക്ക് ആ സ്ഥലം വാങ്ങിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിനും തൗഫീഖ് ചെയ്യട്ടെ. സഹോദരന്മാരെ, ഇവിടെ
ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരും വിളിച്ചു പറഞ്ഞവരും സംഭാവനകൾ തന്നവരും തരാൻ ഉദ്ദേശിച്ചവരും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും വേണ്ടിയും ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ദുആ ചെയ്യും. ഞാനും ഇൻഷാ അല്ലാഹ് അതിന്റെ അവസാനം എന്ന നിലക്ക് ദുആ ചെയ്യുന്നു. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ദുആക്ക് ഉത്തരം നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ. ഒരു പ്രവർത്തകൻ സുഹൃത്ത് ഷാർജയിൽ പോയി സുന്നത്ത് ജമാഅത്തിൽ നിന്ന് മാറിപ്പോയി അദ്ദേഹം ഹിദായത്താകാൻ വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് കത്ത് തന്നിട്ടുണ്ട്. അല്ലാഹുവേ, അദ്ദേഹത്തിനും അതുപോലെ തെറ്റിദ്ധരിച്ച് പെട്ടുപോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ ഹിദായത്തിന്റെ വെളിച്ചം നൽകണേ റഹ്മാനേ. അറിവില്ലാത്ത ജനങ്ങളാണ് അവർ. ഖുർആനും ഹദീസും അതിന്റെ തഫ്സീറുകളും നിന്റെ ഇമാമിങ്ങളുടെ വിവരണങ്ങളും പഠിച്ചവരല്ല, അറിവില്ലാത്ത ജനങ്ങളാണ്. അവർ ആരുടെ ഏത് വലയിൽ കുടുങ്ങിയിട്ട് പിഴച്ചുപോയോ അവർക്കെല്ലാം നീ ഹിദായത്തിന്റെ വെളിച്ചം നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നീ പൊരുത്തപ്പെട്ട അമലാക്കണേ റഹ്മാനേ. ഇന്നലെ ഞാൻ നിങ്ങളോടൊരു വാഗ്ദത്തം ചെയ്തിരുന്നു, ദുആഉൽ ഖർബ് എന്ന് പറയുന്ന ഒരു ദുആ. അതെന്താണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിന് പ്രയാസമുണ്ടാകുന്ന സമയത്ത് ചൊല്ലുന്ന ഒരു ദുആയാണ്. ആ ദുആയിൽ ഇതാ ഇന്നത് ചെയ്യണേ എന്ന് നേ എന്നോ ടേ എന്നോ ഒന്നൊന്നും ആ വാചകത്തിൽ കാണൂല. ആ വാചകം വലിയ ബഹുമാനമുള്ള വാചകങ്ങളാണ്. ദുആഉൽ ഖർബ് എന്ന് പറയുന്ന ദുആ, ആ ദുആ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. പല പ്രശ്നങ്ങളും പറഞ്ഞ് സിറാജുൽ ഹുദയിലേക്ക് നേർച്ചയാക്കി വരുന്ന ആളുകൾക്ക് പലർക്കും ഞാനിത് പറഞ്ഞു കൊടുക്കാറുണ്ട്. പലരും വലിയ ഫലം കിട്ടിയതായി പറയാറുമുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ഇതിന്റെ മുമ്പത്തെ ദിക്ർ ഹൽക്കയിൽ കുറ്റ്യാടിയിൽ വെച്ച് തന്നെ പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട അബൂബക്കർ റാസി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞു, ഞാൻ വലിയ ഹദീസ് പണ്ഡിതനായ അബൂ നുഐം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ കിതാബ് ഓതി പഠിക്കാൻ വേണ്ടി, ഹദീസ് പഠിക്കാൻ വേണ്ടി ഇസ്ഫഹാനിൽ പോയതാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ അന്നൊരു വലിയ പണ്ഡിതനുണ്ട്. അബൂബക്കർ ഇബ്നു അലി എന്നാണ് ആ പണ്ഡിതന്റെ പേര്. അദ്ദേഹം ആ നാട്ടിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഫത്വ കൊടുക്കുന്ന പണ്ഡിതനാണ്. ഒരു ദിവസം അദ്ദേഹത്തെ അതാ ഭരണാധികാരി പിടിച്ച് ജയിലിലിട്ടു. ആ പണ്ഡിതനെ പിടിച്ച് ജയിലിലിട്ടു. തെറ്റിദ്ധാരണ കൊണ്ടാകാം. ആ ഭരണാധികാരി പിടിച്ച് ജയിലിലിട്ടു. പണ്ഡിതന്മാർ അവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ സാധാരണ നിലക്ക് എല്ലാവരും സഹകരിക്കും. ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, നമ്മൾ ഇവിടെയൊക്കെ ചെയ്യുന്ന വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾ, അതുപോലെ നമ്മൾ ചെയ്യുന്ന ഭീകരതയ്ക്കെതിരെ, തീവ്രവാദങ്ങൾക്കെതിരെ നമ്മൾ നടത്തുന്ന പ്രസംഗങ്ങൾ, അതൊക്കെ കേൾക്കുന്ന നമ്മുടെ രാജ്യത്തെ ഉദ്യോഗസ്ഥന്മാർ, ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാരും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും എല്ലാ ഉദ്യോഗസ്ഥന്മാരും നമ്മളുടെ പ്രവർത്തനങ്ങളോട് സഹകരിക്കാറുണ്ട്. കാരണം നമ്മൾ തീവ്രവാദവും ഭീകരവാദവും ഉണ്ടാകുന്നതിനെതിരാണ്, വർഗീയത ഉണ്ടാകുന്നതിനെതിരാണ്, നാട്ടിൽ നന്മ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ സഹോദരന്മാരെ, എന്തോ കാരണത്താൽ ആ പണ്ഡിതനെ തെറ്റിദ്ധരിച്ചു പോയി. ബഹുമാനപ്പെട്ട അബൂ നുഐം റളിയല്ലാഹു അൻഹു ജീവിക്കുന്ന ഇസ്ഫഹാനിൽ അബൂബക്കർ ഇബ്നു അലി എന്ന് പറയുന്ന പണ്ഡിതനെ രാജാവ് തെറ്റിദ്ധരിച്ചിട്ട്, മുസ്ലിം രാജാവാണ്, രാജാവ് തെറ്റിദ്ധരിച്ചിട്ട് അറസ്റ്റ് ചെയ്തു പോയി. അപ്പോഴാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ രാത്രിയിൽ വിഷമത്തോടെ കിടന്നു. ഒരു വലിയ പണ്ഡിതനെ ഉണ്ടല്ലോ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കി കിടന്നു. ആ സമയത്ത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടടുത്ത് നിന്ന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, തളരാതെ തസ്ബീഹ് ചൊല്ലുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, ഖുല്ലി അബീബക്കർ ഇബ്നു അലി യദൂ ബിദുആഇൽ ഖർബിൽ ലദീ ഫീ സഹീഹിൽ ബുഖാരി ഹത്താ യുഫദില്ലാഹു അൻ. അബൂബക്കർ ഇബ്നു അലി എന്ന് പറയുന്ന അറസ്റ്റ് ചെയ്യപ്പെട്ടു പോയ പണ്ഡിതനോട് സഹീഹുൽ ബുഖാരിയിലെ ദുആഉൽ ഖർബ് ചൊല്ലാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ അബൂബക്കർ റാസി. ഞാൻ ഉറക്കു തെളിഞ്ഞപ്പോൾ ഉടനെ തന്നെ പോയി വിവരം പറഞ്ഞു. അദ്ദേഹം ആ ദുആ നടത്തി കഴിയുമ്പോഴേക്ക് ജയിലിൽ നിന്ന് മോചിതനായി. ആ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ബുഖാരിയിൽ തന്നെ ആ ദിക്ർ നിങ്ങൾക്ക് കാണാം. സലാത്ത് ചൊല്ലുന്നവരായി, ഖുർആൻ ഓതുന്നവരായി നമ്മുടെ ജീവിതം അല്ലാഹു പൊരുത്തപ്പെട്ട നിലക്ക് അല്ലാഹു തആല ആക്കി തരുമാറാകട്ടെ. ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരോടും പറയുന്നു, നാളെ നമുക്ക് വയലില്ല. നാളെ ഈ പരിപാടി ഇന്ന് സമാപിക്കാം. മറ്റന്നാളും അതിന്റെ പിറ്റേ ദിവസവും ഇവിടെ ഈ അടുത്ത്
സലഫി പ്രസംഗിച്ച പ്രസംഗത്തിന്റെ ക്ലിപ്പ് വെച്ചുകൊണ്ടുള്ള മറുപടിയാണ് മറ്റന്നാളും അതിന്റെ പിറ്റേ ദിവസം. നിങ്ങളെല്ലാവരും മഗ്‌രിബിന് മുമ്പ് വരണം. ഇതുപോലെ വൈകിട്ടല്ല തുടങ്ങുക, നേരത്തെ തുടങ്ങും. എല്ലാവരും വരണം. കുറെ ചോദ്യങ്ങൾ, ഒരു 10-25ഓളം ചോദ്യങ്ങൾ ഇവിടെ ഈ ആഴ്ചയിലെടുത്ത് സംശയങ്ങൾ ചോദിച്ചതുണ്ട്. അതിന് ഒറ്റ വാക്കിൽ ബാക്കി മറുപടി അങ്ങോട്ട് പറയും. 5 മിനിറ്റ് കൊണ്ട് അല്ലെ 10 മിനിറ്റ് കൊണ്ട് മറുപടി പറയും. അത് സാധാരണ കൊല്ലത്തിൽ ചോദിച്ചാൽ പറയാറുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് പറയാൻ തന്നെ. കേട്ടോളൂ. 1, റമളാനിൽ രാത്രി ജനാബത്തുണ്ടായാൽ കുളിക്കുന്നതിന് മുമ്പ് നോമ്പ് നോൽക്കാൻ പറ്റുമോ? റമളാന്റെ രാത്രി ജനാബത്തുണ്ടായാൽ സുബിഹി നിസ്കരിക്കാൻ വേണ്ടി കുളിക്കൽ നിർബന്ധമാണ്. സുബിഹി ആവുമ്പോൾ അതിന് മുമ്പ് തന്നെ നോമ്പിന് നിയ്യത്ത് ചെയ്യേണ്ടതാണ്. കുളിക്കൽ അപ്പോൾ തന്നെ കുളിച്ചാൽ അതാണ് ഏറ്റവും നല്ലത്. അഥവാ സുബിഹി ആയിട്ടേ കുളിക്കുന്നുള്ളൂ എങ്കിലും പിറ്റേന്ന് പകലുള്ള നോമ്പിന് വേണ്ടി നിയ്യത്ത് ചെയ്യേണ്ടതാണ്. ഭക്ഷണമൊന്നും കഴിക്കരുത്. സുബിഹി ആയാൽ പിന്നെ കുളിച്ച് നോമ്പ് അങ്ങനെ തന്നെ തുടരാവുന്നതാണ്. നോമ്പ് നിയ്യത്ത് ചെയ്യുന്നതിന് ജനാബത്തുള്ളത് കൊണ്ട് കുഴപ്പം ഇല്ല. 2, ഒരു സ്ത്രീക്ക് അവളുടെ ഭർത്താവിന്റെ അനുജന്റെ മകനെ തൊടാനോ കാണാനോ പറ്റുമോ? ഭർത്താവിന്റെ അനുജനെ തന്നെ തൊടാനും കാണാനും പറ്റണം, പിന്നെ എന്റെ മോനെ തൊടല്. അതുകൊണ്ട് അത് ഏതായാലും പറ്റില്ല. അന്യപുരുഷന്മാർ സ്ത്രീകൾക്ക് സലാം പറഞ്ഞാൽ മടക്കണോ? ഞാനതിവിടെ നേരത്തെ മസ്അല പറഞ്ഞ ഒരു വിഷയമാണ്. അവരുടെ സംശയം ചോദിച്ചതിന് നന്ദി. ഞാൻ വളരെ ചുരുക്കി അത് പറയാം, കേട്ടോളൂ. അന്യ സ്ത്രീകളും അന്യപുരുഷന്മാരും സലാം ചൊല്ലുന്നതിന്റെ മസ്അല. സുന്നത്തായ സലാം ചൊല്ലുമ്പോഴാണല്ലോ മടക്കൽ നിർബന്ധമാകുന്നത്. എന്നാൽ അവിടെ പറയാണ്, ഒരു സ്ത്രീക്ക് സലാം ചൊല്ലൽ സുന്നത്താണ്. കാണാനും തൊടാനും പറ്റുന്ന ആളുകൾക്ക് സലാം പറയലും സ്ത്രീകൾക്ക് സുന്നത്താണ്. ബാപ്പ, ആങ്ങള, ബാപ്പാന്റെ ജ്യേഷ്ഠൻ, അവർക്കൊക്കെ സലാം പറയുന്നത് സുന്നത്താണ്. അതുപോലെ സയ്യിദിന്, അത് പിന്നെ ഇന്ന് അടിമക്കച്ചവടം ഇല്ലാത്തതുകൊണ്ട് പറയേണ്ടില്ല, ഭർത്താവിന് സലാം പറയൽ സുന്നത്താണ്. എന്നാൽ വളരെ പ്രായം ചെന്ന, കണ്ടാൽ ആശിക്കപ്പെടാത്ത രൂപത്തിൽ വളരെ പ്രായം ചെന്ന കിഴവിയായ ഉമ്മയാണെങ്കിൽ ആ ഉമ്മാക്ക് പുരുഷന്മാർക്ക് സലാം പറയൽ, അന്യപുരുഷന്മാരാണെങ്കിലും വളരെ പ്രായം ചെന്ന ഉമ്മയാണെങ്കിൽ സലാം പറയൽ സുന്നത്താണെന്ന് പറഞ്ഞവർ ഉണ്ട്. എന്നാൽ ഈ സ്ഥലത്തൊക്കെ പുരുഷൻ സ്ത്രീയുടെ സലാം മടക്കൽ നിർബന്ധവുമാണ്. അതുപോലെ ഇതുപോലെ പുരുഷൻ കുടുംബത്തിൽ കാണാനും തൊടാനും പറ്റുന്ന ഒരാൾ സലാം പറഞ്ഞാൽ, അതുപോലെ തന്നെ ഭർത്താവ് സലാം പറഞ്ഞാൽ, ഇനി ഒരു പ്രായം ചെന്ന ഉമ്മാക്ക് ഒരു അന്യപുരുഷൻ സലാം പറഞ്ഞാൽ അവിടൊക്കെ സലാം മടക്കൽ ആ സ്ത്രീകൾക്ക് നിർബന്ധമാണ്. അമ്മാ മുസ്തഹാത്തുൻ, എന്നാൽ കണ്ടാൽ ആശിക്കപ്പെടുന്ന വിധത്തിലുള്ള അമിതമായ വാർദ്ധക്യമില്ലാത്ത സ്ത്രീകൾ, യുവതികൾ, അങ്ങനെയുള്ള സ്ത്രീകൾ ലൈസ മഅഹ ഇംറഅത്തുൻ ഉഖ്റ, ലൈസ മഅഹ ഇംറഅത്തുൻ ഉഖ്റ, അവൾ ഒറ്റയ്ക്ക് ഉള്ള സമയമാണെങ്കിൽ ഫയഹ്റുമു അലൈഹ റദ്ദു സലാമി അജ്നബിയ്യിൻ, അന്യപുരുഷൻ സലാം പറഞ്ഞാൽ ഒറ്റക്കുള്ള സമയത്ത് സ്ത്രീകൾ ആ പുരുഷന്റെ സലാം മടക്കൽ ഹറാമാണ്. വമിസ്ലുഹു ഇബ്തിദാഉഹു, ഇതുപോലെ കണ്ടാൽ ആശിക്കപ്പെടുന്ന സ്ത്രീകൾ അന്യപുരുഷനോട് അങ്ങോട്ട് സലാം പറയലും ഹറാമാണ്. വയുക്റഹു റദ്ദു സലാമിഹ, കണ്ടാൽ ആശിക്കപ്പെടുന്ന സ്ത്രീ അന്യപുരുഷന് സലാം ചൊല്ലിയാൽ സലാം മടക്കൽ പുരുഷന് കറാഹത്താണ്. അതുപോലെ അന്യപുരുഷൻ അന്യ സ്ത്രീക്ക് സലാം പറയലും കറാഹത്താണ്. അപ്പൊ പുരുഷൻ അങ്ങോട്ട് പറയുന്ന സ്ഥലത്ത് കറാഹത്ത്, പെണ്ണ് ഇങ്ങോട്ട് മടക്കുന്ന സ്ഥലത്തും ഇങ്ങോട്ട് പറയുന്ന സ്ഥലത്തും ഹറാമ്. അങ്ങനെയാണ് നിയമം. ഇനി അടുത്ത ചോദ്യം, മുൻകാലത്ത് സഫർ മാസം അവസാനത്തിലുള്ള ഒരു ബുധനാഴ്ച കുളിച്ചു വൃത്തിയായി നല്ല ഭക്ഷണം കഴിക്കണം എന്ന ഒരു ആഘോഷം ഉണ്ടാകാറുണ്ടല്ലോ, ഇപ്പോൾ അത് ഇല്ലല്ലോ എന്നാ. ഇപ്പോഴും ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ തിങ്കളാഴ്ചയോ ഞായറാഴ്ചയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ദിവസം കുളിച്ചു വൃത്തിയായി നല്ല വസ്ത്രം ധരിക്കുന്നതിനും നല്ല ഭക്ഷണം കഴിക്കുന്നതിനും ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരു പ്രത്യേക സുന്നത്തും മറ്റും ഉണ്ടെന്ന് ആരും കരുതേണ്ടതില്ല എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് പറയേണ്ടതുള്ളൂ. പിന്നെ ഈ ഒടുവിലത്തെ സഫർ മാസം ഒടുവിലത്തെ ബുധൻ
അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗം തുടങ്ങിയ ഒരു ബുധനാഴ്ചയാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അന്ന് ഒരു ദുഃഖാചരണം നടത്തുക എന്ന ഏർപ്പാടില്ലാതിരിക്കാൻ വേണ്ടി, അതിന് ദുഃഖാചരണത്തെ നേരിടാൻ വേണ്ടി ചിലപ്പോൾ ഒരു കുളിക്കലും നല്ല വസ്ത്രം ധരിക്കലും ഭക്ഷണം കഴിക്കലൊക്കെ ആരെങ്കിലും നടപ്പാക്കിയതാണെങ്കിൽ അതൊരു നല്ല നിയ്യത്തോടു കൂടിയുള്ളതായതിനാൽ അതിനെ കുറ്റം പറയേണ്ടതും ഇല്ല. 5, മനസ്സിൽ അസൂയ വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? എല്ലാവർക്കും കൊടുക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹ് കൊടുക്കുന്നതിൽ കംപ്ലൈന്റ് ഉണ്ടായാൽ അള്ളാഹിനോടുള്ള ഒരു യുദ്ധമാണത്, മനസ്സുകൊണ്ടുള്ള യുദ്ധമാണ്. അതെന്റെ നാശത്തിന് കാരണമാണ് എന്ന് മനസ്സിലാക്കലാണ് അതിന്റെ ഏറ്റവും വലിയ ചികിത്സ. അസൂയ എന്ന് പറയുന്നത് അള്ളാഹ് കൊടുക്കുന്നതിൽ നമുക്ക് കംപ്ലൈന്റ് ഉണ്ടാവില്ല, അസൂയ എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹിനെ കാണും വിവരം നമുക്ക് ഉണ്ട് എന്നുള്ളൊരു ധാരണ, അള്ളാഹ് കൊടുത്തേ ശരിയായില്ല എന്നൊരു ധാരണ, അത് അള്ളാഹിനെ കൊച്ചാക്കിയിട്ട് നമ്മൾ വലുതാകുന്ന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ അതെന്റെ ഈമാനിനും അമലിനും കേടുവരുമെന്ന് മനസ്സിലാക്കി ഒഴിവാക്കുകയും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയും ചെയ്യേണ്ടതാണ്. അതിന്റെ പുറമെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന സൂറത്ത് ഓതുന്നതും നല്ലതാണ്. അന്യ സ്ത്രീകളോട് എവിടെ നിന്നും, അത് അങ്ങാടിയിലായാലും മുഖാമുഖം സംസാരിക്കുന്ന മുസ്ലിയാരെ ഖതീബാക്കാനോ തുടർന്ന് നിസ്കരിക്കാനോ പറ്റുമോ? ശരിയായ മുസ്ലിംമാര് അങ്ങനെ ചെയ്യൂല. 7, മൈക്കിൽ ഖുത്ബ ഓതിയാൽ സഹിയാകാത്തത് കൊണ്ട് ജുമഅയും സഹിയാവൂല. ആയതിനാൽ ലോക മുസ്ലിങ്ങളുടെ ജുമഅ സഹിഹല്ല എന്ന് വിശ്വസിക്കുകയും പറയുകയും ചെയ്ത മുസ്ലിയാരെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ? അങ്ങനെ ആരും പറയുന്നതായി ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അവരുടെ അഭിപ്രായത്തിൽ, ഒരു കക്ഷികളുടെ അഭിപ്രായത്തിൽ അത് ശരിയല്ല, മറ്റേ കക്ഷികളുടെ അഭിപ്രായത്തിൽ ഇത് ശരിയാണ് എന്നിങ്ങനെയാണ് പണ്ഡിതന്മാർക്കിടയിൽ മസല തർക്കം ഉണ്ടാകുക. ഉദാഹരണം പറഞ്ഞാൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് അനുസരിച്ച് ഭാര്യനെ തൊട്ടിട്ട് നിസ്കരിച്ച നിസ്കാരം സഹീഹാണ്. ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ അഭിപ്രായം അനുസരിച്ച് ഭാര്യനെ തൊട്ടിട്ട് നിസ്കരിച്ചാൽ നിസ്കാരം സഹീഹല്ല. അപ്പൊ ഷാഫി മദ്ഹബുകാർ എന്താ പറയുന്നത്? ഹനഫിയുടെ നിസ്കാരം എല്ലാം ബാത്തിലാണെന്നാ? അല്ല, നമ്മളെ അഭിപ്രായത്തിൽ നിസ്കാരം ശരിയല്ല. അതേ സമയത്ത് അവരുടെ അഭിപ്രായത്തിൽ നിസ്കാരം ശരിയാണ്. ഇങ്ങനെയാണ് ആലിമീങ്ങൾക്കിടയിൽ പറയുള്ളൂ. മറ്റൊരു വിവരമില്ലാത്ത ആരെങ്കിലും അല്ലാതെ വിവരമുള്ളവർ പറയില്ല. ആലിമീങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്ക് തർക്കമുണ്ടായാൽ അവരൊക്കെ നരകത്തിലാണ് എന്ന് ആരും പറയൂല, അവരുടെ ജുമയൊക്കെ ബാത്തിലാണെന്ന് പറയില്ല. എന്റെ അഭിപ്രായത്തിൽ എന്റെ ജുമ ശരിയാത്തോണ്ട് ഞാനതിന് നിൽക്കൂല എന്ന് മാത്രമേ പറയുള്ളൂ. അങ്ങനെയാണ് ഇമാമിങ്ങൾക്കിടയിലും ആലിമീങ്ങൾക്കിടയിലുമുള്ള സ്വഭാവം. അത് തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 8, ഭർത്താവ് നിലവിലിരിക്കെ ഒരു സ്ത്രീക്ക് വ്യഭിചാരത്തിൽ ഒരു പെൺകുഞ്ഞ് ജനിക്കുകയും അത് എന്റെ കുട്ടിയാണെന്ന് ഒരാൾ സമ്മതിക്കുകയും, അതിനെ അയാൾ സമ്മതിക്കുക, എന്റെ കുട്ടിയാണെന്ന് വ്യഭിചാരത്തിലുണ്ടായാൽ അയാളതാവൂല. വ്യഭിചാരത്തിൽ കുട്ടി ഉണ്ടായാൽ അയാളതാവൂല. വ്യഭിചാരിക്ക് കുട്ടിയല്ല, കല്ല. ഹദീസിലുള്ളത് ഒരു ലാഹിരിൽ ഹജറൂന്ന, വ്യഭിചാരിക്ക് വേറെ ഇസ്ലാമിന്റെ നിയമം ഭരണം ഉണ്ടെങ്കിൽ നിയമം അങ്ങനെയാണ്. അല്ലാതെ എന്റെ കുട്ടിയെ അയാൾക്ക് കുട്ടിയിലൊന്നും കൊടുക്കൂല, അയാളുടെ കുട്ടിയല്ലത്, അയാളുടെ കുട്ടിയെന്ന് പറയാൻ പാടില്ല. പിന്നെ ഭർത്താവ് നിലവിലിരിച്ച ഒരു സ്ത്രീക്ക് വ്യഭിചാരത്തിൽ കുട്ടി ഉണ്ടായാൽ, അങ്ങനെ കുട്ടി ഉണ്ടായോ ഇല്ലേ എന്നുള്ളത് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറയുന്ന മറ്റു സ്ഥലമല്ലത്. അങ്ങനത്തെ ഒരു വിഷയം വന്നാൽ ആ നാട്ടിലെ ദീൻ കൈകാര്യം ചെയ്യുന്ന നാട്ടിലെ ഖാദി, നാട്ടിലെ മുദരിസ്, നാട്ടിലെ കമ്മിറ്റിക്കാർ, അങ്ങനത്തെ ആളുകളുമായി കണ്ട് അത് വലിയ വലിയ ആലിമ്യങ്ങളോട് ചോദിച്ച് അതിന്റെ വിചാരണയൊക്കെ നടത്തിയിട്ട് തീരുമാനിക്കണം. പെട്ടെന്ന് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് മസേല വിടുന്നു പറഞ്ഞാൽ വേറോട് അവിടെ അങ്ങനെ വന്നിരുന്നെങ്കിൽ പിന്നെ അതിനായിരിക്കും കുഴപ്പം ദുനിയാവിലുണ്ടാകേണ്ടത്. അതുകൊണ്ട് അതൊക്കെ അതാത് നാട്ടിലുള്ള ആലിമീങ്ങളുമായിട്ടോ അല്ലെങ്കിൽ അതിന്റെ വിഷയം എന്താണെന്ന് അവരെയും കൂട്ടി വന്നിട്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനം പറയേണ്ട ഒരു വിഷയമാണത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. എങ്ങനെങ്കിലും കൊട്ടക്കണക്കിന് ചോദിച്ചാൽ കൊട്ടക്കണക്കിന് മറുപടിയൊന്നും ആലിമീങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്ന് ഓർമ്മപ്പെടുത്താൻ. പിന്നെ അടുത്തത്, ഭർത്താവിന്റെ സ്വഭാവം നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു നമ്മളെ സ്വഭാവവും ഭർത്താക്കന്മാരുടെ സ്വഭാവവും ഭാര്യമാരുടെ സ്വഭാവവും കുട്ടികളുടെ സ്വഭാവവും ഒക്കെ അള്ളാഹു തആല നന്നാക്കി തരട്ടെ. എപ്പോഴും എനിക്ക് തോന്നുന്നു എന്റെ സ്വഭാവം വളരെ ഉഷാറാണ്, നിന്റെ സ്വഭാവം വളരെ മോശമാണ് എന്നാണ്. അതും ഒരു മോശമായ സ്വഭാവമാണ്. അള്ളാഹു തആല നമ്മളെല്ലാവരുടെ സ്വഭാവവും നന്നാക്കി തരും. ഖുർആൻ ഓതുമ്പോൾ ഉറക്കം വരുന്നു, ഓതാൻ കഴിയുന്നില്ല, അതിനെന്തെങ്കിലും പ്രതിവിധി പറഞ്ഞു തരണം. ഖുർആൻ ഓതുമ്പോൾ ഉറക്കം തൂക്കുന്നുണ്ടെങ്കിൽ ഇരുന്നിട്ടാണ് ഓതുന്നതെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക, എഴുന്നേറ്റ് നിന്നിട്ടാണ് ഉറക്കം തൂക്കുന്നതെങ്കിൽ നടക്കുക, നടന്നിട്ട് ഉറക്കം തൂക്കുകയാണെങ്കിൽ മെല്ലെ മുസ്തഫ വെച്ചിട്ട് കുറച്ച് കിടന്ന് ഉറങ്ങുക, എന്നിട്ട് പിന്നെ ഉറക്കം തെളിഞ്ഞതിന് ശേഷം പിന്നെയും ഒതുവെടുത്തിട്ട് പിന്നെയും ഖുർആൻ ഓതുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അടുത്തത് 11, കക്കൂസിന്റെ കുണ്ടിൽ ഒതുവെടുക്കുന്ന വെള്ളം ഒഴിക്കാൻ പറ്റുമോ? ഒഴിക്കാതിരിക്കലാണ് നല്ലത്. 12, പൊരുത്തപ്പെടിക്കാൻ കഴിയാതെ മരിച്ചുപോയവരോട് എങ്ങനെ പൊരുത്തപ്പെടിക്കാൻ കഴിയും? അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കാൻ കഴിയാത്തത് കൊണ്ട് അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക. ഇനി എന്തെങ്കിലും സാമ്പത്തികമായോ മറ്റോ ഇടപാടുകളാണെങ്കിൽ അവരുടെ അവകാശികൾക്ക് ആ ഇടപാട് അവകാശികളെ കണ്ട് തീർക്കുക. അങ്ങനെയാണ് അതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടത്. 13, പെൺകുട്ടികൾ പുരികം കട്ട് ചെയ്യുന്നതിന്റെ വിധി എന്ത്? ഇതിപ്പോൾ നിത്യസംഭവമാണ്, അത് പരിപാടി പാടുള്ളതല്ല. 14,
തറവാട്ടുകാരനായ നേരത്തെ ഞാൻ പ്രസംഗത്തിൽ ഇതിന്റെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അടുത്തത് 15. ഭർത്താവില്ലാത്ത ഒരു സ്ത്രീക്ക് മക്കളെ ദീൻ പഠിപ്പിക്കാൻ യാതൊരു വരവും ഇല്ലെങ്കിൽ തെങ്ങ് കള്ള് ചെത്താൻ കൊടുത്ത് ദീൻ പഠിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരാൾക്ക് ദീൻ പഠിപ്പിക്കാൻ ഒരു വകുപ്പും ഇല്ലെങ്കിൽ, കുടുംബക്കാര് രക്ഷിതാക്കള് അവർക്കൊന്നും വകുപ്പില്ലെങ്കിൽ, നാട്ടിലെ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾക്ക് ആ പാവപ്പെട്ട കുട്ടിയുടെ ഇൽമു പഠിപ്പിക്കൽ നിർബന്ധമാണ്. മുതലാളിമാര് വെറും സക്കാത്ത് മാത്രം കൊടുത്താൽ പോരാ. അത് മുതലാളിമാര് ചെയ്യാത്തത് കൊണ്ടാണ് എന്നെപ്പോലത്തെ ചില സാധുക്കൾ മുതലാളിമാരോട് പറഞ്ഞ് വാങ്ങിയിട്ട് പഠിപ്പിക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ വല്ല കുട്ടികളും ഉണ്ടെങ്കിൽ അതാത് സ്ഥലത്തെ SYS കമ്മിറ്റിയുമായി ബന്ധപ്പെടേണ്ടതാണ്. കള്ളു ചെത്താൻ തെങ്ങ് കൊടുക്കേണ്ടതില്ല. 16. തെങ്ങിന് മണ്ടിരി രോഗമുണ്ടായാൽ കള്ള് ചെത്താൻ കൊടുത്താൽ ആ രോഗം മാറിക്കിട്ടുമെന്ന് പറയുന്നു. അങ്ങനെ ഒരു നേർച്ച ദുന്യാവിനില്ല. എങ്കിൽ കള്ള് ചെത്താൻ കൊടുക്കാമോ? കൊടുത്തുകൂടാ. തെങ്ങിന് മണ്ടിരി ഉണ്ടെങ്കിൽ അതിനൊക്കെ ആധുനിക ചികിത്സകളുണ്ട്. ആ ചികിത്സ കൊണ്ട് പെട്ട ഒരു ചികിത്സയായിട്ട് അത് ചെത്തിയിട്ട് അതിന്റെ നീരെടുത്ത് കളയണമെന്നാണെങ്കിൽ ആ നീരങ്ങ് എടുത്താൽ ഞാൻ വയ്യ കള്ളാക്കണ്ട യാതൊരു ആവശ്യമില്ല. നീരെടുത്തിട്ട് വെള്ളത്തിലങ്ങ് മറിച്ച് ഭൂമിയിലങ്ങ് ഒഴിച്ചാൽ മതി. അതിന് കള്ളാക്കണ്ട യാതൊരു ആവശ്യമില്ല. കള്ള അത്ര ബർക്കത്തുള്ള സാധനമൊന്നല്ല. പിന്നെ 17. വാതിൽക്കൽ നിന്നാൽ ബേക്ക് ഭാഗത്തുനിന്ന് കാണുന്ന ദ്വാരമില്ലെങ്കിൽ വീട്ടുമ്മ മരിച്ചു പോകുമെന്നാണ് ആശാരി പറയുന്നത്. ഈ വാദങ്ങൾ നല്ല ശതമാനം മുസ്ലിങ്ങളും വിശ്വസിക്കുന്നു. ഇത് വിശ്വസിക്കാമോ? അങ്ങനെയാണെങ്കിൽ UAE-യിലൊന്നും ഒറ്റ ഉമ്മാരും ബാക്കി ഉണ്ടാവില്ല. കാരണം അവിടെ ഒക്കെ എയർ കണ്ടീഷൻ റൂമാണ്. ഇങ്ങനെ നോക്കിയാൽ ഒന്നും കാണൂല. അങ്ങനെയാണ്. അങ്ങനെ അത് UAE-യിലൊന്നും ഒറ്റ അറബികളും ബാക്കി ഉണ്ടാവില്ല. സഫർ മാസം 10 കഴിയാതെ യാത്ര പോകൽ, കല്യാണം എന്നിവ പാടുണ്ടോ? അതിന് വിരോധം ഇല്ല. 20. ശനിയാഴ്ച, ചൊവ്വാഴ്ച എന്നീ ദിവസങ്ങളിൽ വല്ല മോശങ്ങളുമുണ്ടോ? ദിവസത്തിനല്ല മോശം എപ്പ ചെയ്താലും മോശമാണ്. മോശമായ കാര്യം എപ്പ ചെയ്താലും മോശമാണ്. നല്ല കാര്യം എപ്പ ചെയ്താലും നല്ലതാണ്. പക്ഷേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ചില നല്ല സമയങ്ങളുണ്ട്. പ്രത്യേകം നല്ല ചില ദിവസങ്ങളുണ്ട്. ഇതാണ് യാത്രയ്ക്ക് ഏറ്റവും നല്ലത് വ്യാഴാഴ്ച, പിന്നെ തിങ്കളാഴ്ച, പിന്നെ ശനിയാഴ്ച. ഇതുപോലെ നമ്മൾ മുടി കളയാന്, നഖം വെട്ടാന് അതിനൊക്കെ വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, അങ്ങനെ തുടങ്ങിയിട്ട് ചില നല്ല കാര്യങ്ങൾക്ക് ചില പ്രത്യേകം നല്ല ദിവസങ്ങളുണ്ട്. അത് നാം നിഷേധിക്കേണ്ടതില്ല. 21. വീടൊടുക്കുമ്പോൾ ആരെ കൊണ്ടാണ് കുറ്റി അടുപ്പിക്കേണ്ടത്? കുറ്റി നിങ്ങൾ ആരും അടിച്ചില്ലെങ്കിലും വിരോധമില്ല. ഫൗണ്ടേഷൻ വളരെ കറക്റ്റ് ആയിരിക്കണം. സ്ഥലം നിർണയിക്കുമ്പോൾ ഒരു മഹാനെ കൊണ്ട് നിർണയിപ്പിക്കുന്നത് നല്ലതാണ്. ഒരു ദ്വാക്കുത്തരമുള്ള ഒരാളെ കൊണ്ട് ഒരു ഫാത്തി വെച്ച് അയാളെ കൊണ്ട് സ്ഥലം നിർണയിക്കുന്ന ഒരു ബർക്കത്താണ്. അങ്ങനെ ഒരു മഹാനായ ആളെ കൊണ്ട് നിർണയിപ്പിക്കുന്നത് നല്ലതാണ്. 22. ജുമയിൽ ജമാഅത്ത് ഷർത്താണല്ലോ. ജുമ നിസ്കരിച്ചു കൊണ്ടിരിക്കെ 1-ാം റക്അത്തിൽ ഇമാമ് 1-ാം സുജൂദ് കഴിഞ്ഞ് നൃത്തത്തിലെത്തി. എന്നാൽ മഅ്മൂമിങ്ങൾ എന്ത് ചെയ്യണം? 1-ാമത്തെ റക്അത്തിൽ ഇമാമ് ഒറ്റ സുജൂദ് ചെയ്ത് തപ്പാടി പോയിക്കൽ മടക്കി വിളിക്കുകയാണെങ്കിൽ, മടക്കി വിളിക്കാൻ പാടില്ല. പിന്നെ സുബ്ഹാനല്ലാഹ് ചൊല്ലാം, അത് ദിക്റില്ല എന്നുള്ള നിയ്യത്തോടുകൂടി ആയിരിക്കും വേണം. അങ്ങനെ ചൊല്ലി നോക്കുക. മടക്കി വിളിക്കുകയാണെങ്കിൽ അയാൾ ഉദ്ദേശിച്ചതായിരിക്കും. മടക്കി വിളിക്കുകയാണെങ്കിൽ ഇമാമിന് സംശയം വരില്ലേ? അത് അയാളോടാ ചോദിക്കേണ്ട, അയാൾക്ക് സംശയം വരുമല്ലോ എന്നുള്ളത്. സംശയം ഉണ്ടെങ്കിൽ ഉണ്ടാവില്ല. 3-ാം റക്അത്തിലേക്ക് നിന്നതാണോ അതല്ല മറ്റു വല്ലതും ഒഴിഞ്ഞു പോയോന്ന്. അപ്പൊ ഇയാൾ അങ്ങെത്തിയപ്പോ അയാൾക്ക് സംശയമാവൂലേ? 3-ലേക്ക് നിന്നിട്ടോ ഇവർ സുബ്ഹാനല്ലാഹ് പറയുന്നത്, അല്ലെ നേരത്തെ ചെയ്ത എന്തോ കുറഞ്ഞു വെച്ചോ എന്നൊരു സംശയം ഉണ്ടാവില്ലേ? അത് അയാളോട് ചോദിക്കേണ്ട, അതൊക്കെ അയാൾക്ക് സംശയം ഉണ്ടാവില്ല എന്നുള്ളത്. സംശയം ഉണ്ടായാലും ഇല്ലെങ്കിലും ആ കക്ഷികൾ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുകയാണ് വേണ്ടത്. അയാൾക്ക് ഓർമ്മ വന്നിട്ട് അയാൾ മടങ്ങി വന്നാൽ അൽഹംദുലില്ലാഹ് ഖൈറായി, പ്രശ്നമൊന്നുമില്ല. അവസാന സഹൂദ് സുജൂദ് ചെയ്താൽ നല്ലതാണ്. എന്നാൽ അയാൾ മടങ്ങി വരുന്നില്ലെങ്കിലോ? അയാൾ മടങ്ങി വരുന്നില്ലെങ്കിൽ ആ മഅ്മൂമിങ്ങൾ ആ സുജൂദിൽ തന്നെ അവിടെ ഇരിക്കണം. സുജൂദിൽ തന്നെ അടുക്കുക. എന്നിട്ട് അയാൾ 2-ാമത്തെ റക്അത്തിൽ സുജൂദിലെത്തുമല്ലോ. അങ്ങനെ സുജൂദിലെത്തിയാൽ ആ സുജൂദ് മുതൽക്ക് അദ്ദേഹത്തിന്റെ കൂടെ നമ്മൾ നിസ്കാരം പൂർത്തീകരിക്കുക. അപ്പൊ അയാളെ കണക്കിന് അയാൾക്ക് 2, നമ്മളെ കണക്കിന് നമുക്ക് 1 ആയിരിക്കും. അയാൾ സലാം വീട്ടിയതിന്റെ ശേഷം നമ്മൾ ഒരു റക്അത്തും കൂടി നിസ്കരിക്കുക. അപ്പൊ നമുക്കും ജുമ കിട്ടി, അയാൾക്കും ജുമ കിട്ടി, അയാൾക്ക് അത് ഓർമ്മ വന്നിട്ടില്ലെങ്കിൽ. അപ്പോ അങ്ങനെയാണ് അതിന്റെ മസല. ആശാരി കണക്ക് വിശ്വസിക്കാമോ? ആശാരിയുടെ കണക്കൊന്നുമില്ലാതെ കൽക്കോലൊക്കെ മുറിച്ചാൽ ഒന്നിനും പറ്റൂല. കണക്കൊക്കെ നോക്കിയിട്ട് തന്നെയാണ് കൽക്കോൽ മുറിക്കേണ്ടത്, ബാതിൽ ഉണ്ടാക്കേണ്ടത്. ആശാരിന്റെ കണക്കൊന്നും വേണ്ടാതെ പിന്നെ എങ്ങനെ മുറിച്ചാൽ ഭയങ്കര കൊടുക്കാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. സാധനം നശിപ്പിക്കാൻ പാടില്ല. ഐശ്വര്യം കുറഞ്ഞാൽ, രോഗങ്ങൾ പിടിപെട്ടാൽ വീടെടുത്തതിലോ മതിൽ കെട്ടിയതിലോ കണക്ക് തെറ്റിയതാണോ എന്ന് വിചാരിച്ച് തത്വശാസ്ത്രക്കാരെ കൊണ്ടുവന്നാൽ അവർ പറയും, ഒന്നുകിൽ വീടിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിക്കുന്നു, ഇത് വിശ്വസിക്കാമോ?
ഇത് പൂർണ്ണമായി ശരിയാണെന്നോ തെറ്റാണെന്നോ ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന ഒരു വിഷയം അല്ല. അത് അതിനെ സംബന്ധിച്ച് വിവരമുള്ള പണ്ഡിതന്മാരോട് ചോദിച്ച് ചെയ്യേണ്ടതാണ്. അത് ചിലപ്പോ ഈ വെയിലിന്റെ ഉദിപ്പ്, അതുപോലെ തന്നെ സ്ഥലത്തിന്റെ കിടപ്പ് അനുസരിച്ചൊക്കെ വെയിൽ കൊള്ളുന്നതിന്, തണുപ്പ് പിടിക്കുന്നതിന് അതിനൊക്കെ ചില രൂപങ്ങളും ഭാവങ്ങളും ഉണ്ട്. അങ്ങനെ ചില സംഗതികൾ ഉണ്ടാവും. അതുകൊണ്ട് പൂർണ്ണമായി അത് ശരിയാണെന്നോ തെറ്റാണെന്നോ ഒറ്റ വാക്കിൽ പറയുന്നത് ശരിയല്ല. 24, കാണാതായ സാധനം ഒരു നിശ്ചിത സ്ഥലത്തുണ്ടെന്ന് ഔലിയാക്കൾക്ക് പറഞ്ഞു തരാൻ കഴിയുമോ? കറാമത്ത് മുഖേന അല്ലാഹു തആല ഔലിയാക്കൾക്ക് അത് അറിയിച്ചു കൊടുക്കാം. അങ്ങനെ അറിഞ്ഞ ഒരു മഹാൻ പറഞ്ഞാൽ അത് വാസ്തവത്തിൽ കണ്ടെത്തുകയും ചെയ്യാം. 25, നിസ്കാരശേഷം കൂട്ടുപ്രാർത്ഥന നടക്കുന്നതായി മക്ക, മദീനയിൽ മറ്റ് ഇതര മുസ്ലിം രാജ്യങ്ങളിൽ കാണുന്നില്ല. ഇതിന്റെ തെളിവ് പറഞ്ഞു തന്നാലും അത് ഇൻഷാ അല്ലാഹ് ഞാൻ മറ്റന്നാളും എന്റെ പിറ്റേന്ന് പരിപാടിയിൽ വെച്ച് വേണമെങ്കിൽ പറയാം. ഒറ്റ വാക്കിൽ പറയുന്നു, മക്കയിലും മദീനയിലുമൊക്കെ കൂട്ടുപ്രാർത്ഥന നടക്കാറുണ്ടായിരുന്നു എന്ന് ഇആനത്ത് അടക്കമുള്ള, ഷെർവാനി അടക്കമുള്ള 100 കൊല്ലം മുമ്പ് എഴുതിയ കിതാബുകളിൽ ഒക്കെ കാണാം. ഇപ്പോൾ നടക്കുന്നുണ്ടോ ഇല്ലേ അത് വേറൊരു വിഷയമാണ്. അത് മുമ്പ് നടന്നിരുന്നു എന്ന് എല്ലാ നമുക്ക് സുന്നലിൽ ഈമാമി അയ്യൽ തഫിതാ എന്ന് പറ്റി ഇആനത്ത് താലിബിലും അതുപോലെ തന്നെ ഷെർവാനിയിൽ ഒരു 100 കൊല്ലം മുമ്പ് എഴുതിയ കിതാബുകളിലൊക്കെ അവിടെ അങ്ങനെ നടന്നിരുന്നു എന്ന് കാണാം. അപ്പൊ പല സംഗതികളും ചില സ്ഥലത്ത് ഇല്ലാതെയായിട്ടുണ്ട്. അതിന് ചിലപ്പോ ഭയങ്കര ആളുകളെ തിരക്കുള്ളത് കൊണ്ടോ, അതുപോലെ തന്നെ വെയിലത്തൊക്കെ മക്കത്തൊക്കെ റോട്ടുമ്പോഴൊക്കെ ജനങ്ങൾ ഇങ്ങനെ വെയിലത്തൊക്കെ നിൽക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് കാണാം സബ്ബിഹിസ്മ പലപ്പോഴും ജുമാസ്കാരത്തിൽ ഓതൂല, ഹല്ലത്താക്ക ഓതൂല. വാസ്തവത്തിൽ ഓതൽ സുന്നത്താണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം എന്താ വെച്ചാൽ വെയിലത്തൊക്കെ നിൽക്കുന്ന ആളുകൾ അവിടെ ചിലപ്പോൾ ഇന്നായത്തിന് അകൽക്കൊക്കെ ജുമയിൽ ഓതുക, കാരണം വെയിലത്ത് നിൽക്കണ്ടാന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പൊ അവരെന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്നത് മറ്റൊരു വിഷയമാണ്. അതിന് അവർക്ക് അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാകാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സുന്നത്താണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ശരി. ഏതെങ്കിലും സാധനം നഷ്ടപ്പെട്ടാൽ അത് കിട്ടുമോ കിട്ടില്ലേ എന്ന് കണക്ക് നോക്കി പറഞ്ഞു തരുന്നവരുടെ അടുത്ത് പോകരുതെന്ന് ഉസ്താദ് പറഞ്ഞു. കണക്ക് നോക്കിയിട്ട് പറയാൻ വെച്ചാൽ നമുക്ക് എഴുതി വെച്ച കണക്കൊന്നും നോക്കുന്നതിന് വിരോധമല്ല. നമ്മുടെ സാധനം പോയിട്ടുണ്ടോ ഇല്ലെന്ന്, എന്റെ ബാഗിൽ മുമ്പുള്ള കുറവുണ്ടോ എന്നൊക്കെ കണക്ക് നോക്കേണ്ടി വരും. അങ്ങനത്തെ കണക്കല്ലാതെ വേറെ എന്തെങ്കിലും നക്ഷത്ര കണക്കോ മറ്റ് അതുപോലത്തെ കണക്കോ കൂട്ടിയിട്ട് കിട്ടുമോ കിട്ടൂല എന്നൊന്നും ഒരാൾക്ക് പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മുടെ സംഘടനയുമായി ബന്ധപ്പെടുന്ന ചില ആളുകൾ അങ്ങനെ പറയുന്നുണ്ടല്ലോ. അവര് ഒരു നറുക്കിട്ടിട്ടൊക്കെ ചില ആളുകൾ കിട്ടുമോ നോക്കാം, ഇതൊന്ന് ചെല്ലി നോക്ക്, അതൊന്ന് പറഞ്ഞു നോക്ക്, സലാത്ത് 10 ചെല്ലി നോക്ക്, കിട്ടുമോ നോക്കാം എന്നൊക്കെ ഇങ്ങനെ കിട്ടുമോ നോക്കാം ഇങ്ങനെയുള്ള സുമാർ പറച്ചിൽ പറയല്ലാതെ കിട്ടൂല അത് ഉറപ്പിച്ച് പറയാൻ ഒരു കണക്കുകൊണ്ടും സാധ്യമല്ല എന്നതാണ് ശരി. ചോദ്യത്തിന്റെ മറുപടികളൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ഇനി സഹോദരന്മാരെ ഞാൻ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിൽ അവൻ പൊരുത്തപ്പെട്ട ദുആത്ത് ഇജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഒരുപാട് വിഷയങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അഷ്റഫ് പാലക്കി എന്ന് പറയുന്ന ഒരാൾ പ്രത്യേകിച്ച് അബൂദാബിയിൽ നിന്ന് 350 ദിർഹം കൊടുത്തയച്ച് ഭാര്യയുടെ സുഖപ്രസവത്തിന് ദുആ ചെയ്യാൻ പറഞ്ഞു. ഒരുപാട് ആളുകൾ സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, പറയാത്തവരുണ്ട്. അല്ലാഹു അവർക്ക് എല്ലാവർക്കും, നീ എല്ലാ സഹോദരിമാർക്കും ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണം റഹ്മാനെ. ഒരുപാട് വിഷയങ്ങൾക്ക് ദുആ ചെയ്യാനുണ്ട്. എല്ലാത്തിനും വേണ്ടിയും ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ദുആ ചെയ്യും. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നിങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്ന് സ്വർണം കൊടുത്തയച്ചവരുടെ എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നു. നിങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്ന് ഒരു 2 മിനിറ്റ് ഒരു കുറച്ച് സലാത്ത് ചൊല്ലി നമുക്ക് ഇൻഷാ അല്ലാഹ് ഹദ്ദാദിലേക്ക് കടക്കണം. സലാത്ത് ചൊല്ലുന്ന സമയത്ത് നിങ്ങളൊക്കെ ബഹുമാനപ്പെട്ട തങ്ങളവരുകളെ കയ്യിൽ നിങ്ങൾ കൊണ്ട് കഴിയുന്ന സദഖ കൊടുക്കണം. എന്തിന്? സ്ഥലത്തിനല്ല, സ്ഥലത്തിനൊക്കെ നിങ്ങൾ വേറെ കൊടുക്കണം. വളരെ പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം, വളരെ പാവപ്പെട്ടവരുടെ വീട് നിർമ്മാണം, വളരെ പാവപ്പെട്ട ആളുകളുടെ ചികിത്സ തുടങ്ങിയ വിഷയങ്ങൾക്കാണ് നമ്മുടെ ദിക്ർ ഹൽക്കയിൽ കയ്യിൽ വാങ്ങുന്ന സംഖ്യ നമ്മൾ വിനിയോഗിക്കാറുള്ളത്. ഇവിടെ ഇന്നും ഇന്നലെയും തന്നെ കിട്ടിയ വളരെ പ്രധാനപ്പെട്ട അപേക്ഷകൾ അതിൽ കൊടുക്കുകയാണെങ്കിൽ 1 ലക്ഷം ഉറുപ്പിക ഉണ്ടായാൽ തന്നെ ഒരു നിരക്കും മതിയാവില്ല. അത്രയും പ്രയാസപ്പെട്ട ആളുകൾ വന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും അവർക്ക് കൊടുക്കണം, അതിന് നിങ്ങളൊക്കെ സഹായിക്കണം. അത് സ്ഥാപനത്തിൽ എടുക്കൂല, നിങ്ങളൊക്കെ തങ്ങളെ കയ്യിൽ ഞാൻ ഒരു കുറഞ്ഞ ദിക്റും സലാത്തും ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മൾ ഹദ്ദാദിലേക്ക് കടന്നാല് പിന്നെ നമുക്ക് ദിക്ർ ഉണ്ടാവും, സലാത്തി എല്ലാം സമയം കിട്ടൂല. അതുകൊണ്ട് പ്രത്യേകം പറയാൻ. പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ, മുഹമ്മദ് നാസിറാജിയുടെ മൂത്താപ്പ ഐസുവിലുണ്ട്. അല്ലാഹു പൂർണ്ണമായി ആഫിയത്ത് നൽകണം റഹ്മാനെ. സഹോദരന്മാരെ, വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ശരിക്കും ശ്രദ്ധിക്കണം. ഞങ്ങൾ ഈ പറയുന്ന കാര്യം സ്ത്രീകളും പുരുഷന്മാരൊക്കെ ശ്രദ്ധിക്കണം. സിറാജുൽ ഹുദയുടെ തുടക്കം കുറിച്ച കാലത്ത് ഞാൻ ദുബായിൽ പോകുമ്പോൾ അവിടെ ഒരു വയസ്സുള്ള ഒരു പണ്ഡിതനുണ്ടായിരുന്നു, പ്രായം ചെന്നൊരു പണ്ഡിതൻ. MT അബ്ദുറഹ്മാൻ മുസ്ലിയാരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്.
അദ്ദേഹം ഒരു ദിവസം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എന്റെ ജോലിയിൽ നിന്ന് ഫിനിഷ് ആവുകയാണ്, ഞാൻ പെൻഷനാകാൻ പോവുക. പെൻഷനായിട്ട് എനിക്ക് കിട്ടുന്ന സംഖ്യ കൊണ്ട് എനിക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു സ്ഥലത്ത് ഒരു മദ്രസ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ മദ്രസന്റെ സ്ഥലം, അങ്ങനത്തെ എനിക്ക് ഉപകാരപ്രദമാകുന്ന എന്തെങ്കിലും ഒരു വഖഫ് സിറാജുൽ ഹുദന്റെ കീഴിൽ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. മലപ്പുറം ജില്ലക്കാരനാണ്, അതിന് നിങ്ങൾ സൗകര്യം ചെയ്യണം. ഞാനാണെങ്കിൽ സിറാജുൽ ഹുദ തുടങ്ങിയ സമയം കുറ്റ്യാടിയിലും പരിസരങ്ങളിലും ഒരൊറ്റ മദ്രസയിൽ നിസ്കാരത്തിന്റെ ഫർള് 14 പഠിപ്പിക്കുന്നത് ഇല്ല, 10 മഹല്ലിലില്ല, അറബിയിൽ കുത്തുമ്പോൾ ഒരൊറ്റ പള്ളിയില്ല. ആ സമയത്താണ് ഞാൻ അവിടെ പോയിരുന്നത്. അൽഹംദുലില്ലാ, അദ്ദേഹം തന്ന സംഖ്യ കൊണ്ടാണ് വളയന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അന്ന് മദ്രസ ഉണ്ടാക്കാൻ സ്ഥലം വാങ്ങിയത്. അങ്ങനെ അദ്ദേഹം തന്നത് വലിയ ഉപകാരത്തിലായിപ്പോയി. അദ്ദേഹം മരണപ്പെട്ടുപോയി. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാകട്ടെ. അദ്ദേഹം വലിയൊരു പണക്കാരനൊന്നല്ല, വളരെ പാവപ്പെട്ട മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഖൽബിന്റെ ഉള്ളിൽ ആഖിറത്തിലേക്ക് വേണ്ടി എനിക്കൊരു ഫലപ്രദമായത് ചെയ്യണം എന്ന ആഗ്രഹത്തിൽ കിട്ടിയ സംഖ്യ അങ്ങനെ തന്നെ ഇങ്ങോട്ട് തന്നതാണ്. അപ്പൊ എനിക്ക് അദ്ദേഹത്തോട് വലിയ ഒരു ബഹുമാനവും സ്നേഹവും തോന്നി. വളരെ താഴ്മയുള്ള ഒരു മനുഷ്യനായിരുന്നു. അല്ലാഹുവേ, അദ്ദേഹത്തെ ഞങ്ങൾ ഇനി സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് 6-7 കൊല്ലം മുമ്പ് വസിയ്യത്ത് ചെയ്ത് വെച്ചിരിക്കുന്ന സിറാജുൽ ഹുദയുടെ കീഴിൽ അദ്ദേഹത്തിന് 1,00,000 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം, 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. സിറാജുൽ ഹുദയിലെ കുട്ടികളെ ഇരുത്തിയിട്ട് 1,00,000 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുകയാണെങ്കിൽ പിന്നെ അവർ അൽഫയും പത്തുലും ഒന്നും പാടാക്കാൻ പിന്നെ സമയം മതിയാവില്ല. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു 10 25 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ 1,00,000 ആവും. അതിന് മാത്രം ആളുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തങ്ങളെ കയ്യിൽ നിങ്ങൾ സംഭാവന കൊടുക്കുമ്പോൾ MT അബ്ദുറഹ്മാൻ മുസ്ലിയാരെ പേരിൽ എല്ലാവരും ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് ഇവിടെ അറിയില്ലല്ലോ, നിങ്ങൾ ഞാൻ പറഞ്ഞു നിർത്താൻ പറയുന്നത് വരെ ഒരു ചുരുങ്ങിയതൊരു 25 ഖുൽ ഹുവല്ലാഹു അഹദ് എല്ലാവരും. അള്ളാഹുവിന്റെ മഹത്വം പറയുന്ന സൂറത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹുൽ പറയൂ നബിയെ, ഹുവ കാര്യം, അല്ലാഹു അഹദ് അല്ലാഹു ഏകനാണ്, അല്ലാഹു സമദ് അല്ലാഹു ആരിലേക്കും ആശ്രയമില്ലാത്തവനാണ്, അവനിലേക്ക് എല്ലാ സൃഷ്ടികളും ആശ്രയിക്കുന്നവരാണ്. ലം യലിദ് അല്ലാഹു സന്താനോൽപാദനം നടത്തിയിട്ടില്ല, വലം യൂലദ് അവനെ സന്താനമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടതല്ല, വലം യകുൽ ലഹു കുഫുവൻ അഹദ് അല്ലാഹുവിന് തുല്യനായി ഒരാളും ഒന്നും ഇല്ല. ഇതാണ് അതിന്റെ ചുരുക്കസാരം. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന അല്ലാഹുവിന്റെ തൗഹീദിന്റെ സൂറത്ത്, ആ സൂറത്ത് വലിയ ബഹുമാനമുള്ള സൂറത്താണ്. ആ സൂറത്ത് നിങ്ങളൊക്കെ ഇതിനിടക്ക് ഓതണം. സലാത്തും ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ഹദ്ദാദിലേക്ക് കടക്കാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ദുആ കിതാബത്തുള്ള മജ്ലിസായി സ്വീകരിക്കട്ടെ. എല്ലാവരും ഓതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പാറക്കടവിൽ ദർസ് നടത്തുകയും ഒരുപാട് ദീനീ പ്രവർത്തനം നടത്തുകയും ചെയ്ത പാറക്കടവത്ത് വലിയ കാലിയാർ, കാണാരൻ്റെ ഉസ്താദ്, അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അഹമ്മദ് മുസ്ലിയാർ, തൈക്കൻ്റെ ഉസ്താദ് തുടങ്ങിയുള്ള ആലിമീങ്ങൾ, പുല്ലൂക്കര ഉസ്താദ്, അങ്ങനെ തുടങ്ങി എത്രയോ ആലിമീങ്ങൾ, എൻ്റെ തന്നെ ഉസ്താദുമാർ. ഞാൻ മുമ്പ് ഖത്തറിനതയും മറ്റൊക്കെ ഓതി പഠിച്ചിരുന്ന മമ്മി ഉസ്താദ് ഈ അടുത്ത് മരണപ്പെട്ടുപോയി. ഞാൻ മീസാനൊക്കെ ഓതി പഠിച്ചിരുന്ന അബ്ദുറഹ്മാൻ ഉസ്താദ് മരണപ്പെട്ടുപോയി. അങ്ങനെ നമ്മുടെ ഉസ്താദുമാർ, അൽഫുംബാക്ക് പഠിപ്പിച്ചു തന്ന ഉസ്താദുമാർ പലരും മരിച്ചുപോയി. അള്ളാഹു എല്ലാവരുടെയും ദർജനേറ്റി കൊടുക്കട്ടെ, എല്ലാവരുടെ ഖബറിനെയും അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അതുപോലെ നമ്മുടെ ഉസ്താദുമാർ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അള്ളാഹുക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഉസ്താദിന്റെയും അതുപോലത്തെ ആയിരക്കണക്കിന് ആലിമീങ്ങളുടെ ഉസ്താദ് ഓക്കെ ഉസ്താദ് അള്ളാഹു തആല അവിടുത്തെ ദർജന ഏറ്റി കൊടുക്കട്ടെ. നമ്മളെ പരിപാടികളൊക്കെ വന്ന് എപ്പോഴും ദുആ ചെയ്തിട്ടുണ്ടായിരുന്ന വടകര മുഹമ്മദ് ആജി തങ്ങൾ, ഉപദേശം നൽകാറുണ്ടായിരുന്ന CM വലിയുല്ലാഹി തുടങ്ങിയ മഹാന്മാർ അള്ളാഹു അവർക്കൊന്ന് ദർജന ഏറ്റി കൊടുക്കട്ടെ. അങ്ങനെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ധാരാളം ആത്മീയ നേതാക്കന്മാരും ആലിമീകളും സാദാത്തുക്കളും ഉണ്ട്. നമ്മുടെ ഇവിടെ തന്നെ നമ്മൾ ദാറുൽ ഹുദയുടെ പ്രവർത്തനമൊക്കെ നടത്തുമ്പോൾ എപ്പോഴും നമ്മളെ സ്റ്റേജിൽ ഉണ്ടായിരുന്ന തങ്ങളുണ്ടായിരുന്നു, പ്രായം ചെന്ന വഫാത്തായി പോയി. അല്ലാഹു തആല അവരെ ദർജന ഏറ്റി കൊടുക്കട്ടെ. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ആളുകൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. നമ്മുടെ ദീനിന്റെ ഖിദ്മത്തിൽ സേവനം ചെയ്യുന്ന അധികാരി കുഞ്ഞമ്മദ് ഹാജി, അതുപോലെ നമ്മുടെ തെക്കേക്കര കുഞ്ഞബ്ദുള്ള ഹാജി കുറ്റ്യാടി, പുല്ലൂക്കരയിൽ എനിക്ക് ആദ്യമായിട്ട് വാല് പറയാൻ ഉസ്താദിന്റെ കൂടെ പ്രചോദനം നൽകിയ PP അഹമ്മദ് ഹാജി, നമ്മുടെ പ്രവർത്തകന്മാരായിരുന്ന പൊന്നോറത്ത് മൊയ്തീൻ ഹാജി, കല്ലൂപ്പിന്റെ ഇവിടെ അലി ഹാജി, കുണ്ടാഞ്ചേരിയിലെ നിസാർ ചെറുപ്പക്കാരൻ, ഡീലക്സ് അബൂബക്കർ ഹാജി, നമ്മുടെ പൊയിലൂരിലെ അബൂബക്കർ ഹാജി, അതുപോലെ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ പാലേരി മമ്മു ഹാജി, പുതിയോട്ടിൽ കുഞ്ഞാലി ഹാജി, അതുപോലെ ഈ അടുത്ത് മരിച്ചുപോയ ബാങ്കിൽ സക്കരിയ ഹാജി, അതുപോലെ കൊപ്രക്കളമുള്ളതിൽ കുഞ്ഞമ്മദ് മുസ്ലിയാർ,
നമ്മുടെ പേരോട് വെച്ച് മരിച്ചുപോയ AT അബ്ദുറഹ്മാൻ ഹാജി, പൊന്നോളി അഹമ്മദ് ഹാജി, കല്ലാച്ചിയിൽ അപകടത്തിൽ മരിച്ചുപോയ ഒരു, അതുപോലെ നമ്മുടെ കുഞ്ഞിറ്റി ഹാജിയുടെ മകൻ, അതുപോലെ തുടങ്ങിയിട്ട് കൈനാട്ടി അബ്ദുറഹ്മാൻ ഹാജി, അബ്ദുൽ ഖാദർ ഹാജി ചെമ്പാട് നമ്മുടെ മാനേജറായിരുന്നു, നാങ്ങാത്ത് സൂഫിക്ക, ഷജീർ നടുവിലക്കണ്ടി, നമ്മുടെ മുങ്ങി മരിച്ച വിദ്യാർത്ഥിയാണ്, അടുത്ത് വെള്ളത്തിൽ വീണ് മരിച്ച അൻസാർ, തുടങ്ങി യത്തീംഖാനയിൽ വെച്ച് മരിച്ചുപോയ അൻസാർ, അതുപോലെ ക്രൈം വീണ് മരിച്ചുപോയ അബ്ദുള്ള ചിയൂര്, ഇന്നലെ ബഹ്റൈനിൽ നിന്ന് മരിച്ച വലിയ റമ്പത്ത് അബ്ദുള്ള, കല്ലേരി പോക്കർ കോടിയൂറ, ചിയൂരിലെ ദേവർകുന്നത്ത് അഹമ്മദ് മുസ്ലിയാർ, കകറക്കണ്ടി അന്തുർക്ക ചിയൂര്, ആലത്താങ്കണ്ടി സൂഫി മുസ്ലിയാർ വാണിമേലി, അപകടത്തിൽ മരിച്ച ഹുസൈൻ തങ്ങൾ, ഇന്ന് മരിച്ച അയൽവാസിയ ചിറക്കൽ ബിയാത്ത്, നെടുവേലി, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ആളുകൾ, കിണറ്റിൽ വീണ് മരിച്ചുപോയ ചേക്കാട്, പറമ്പത്ത് മുനീർ, ഇങ്ങനെ പലർക്കു വേണ്ടിയും ദുആ ചെയ്യാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ദുആ ചെയ്യേണ്ടതാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ബാഫി തങ്ങൾ നല്ല സുഖമില്ലാതെ ഉണ്ട്, അല്ലാഹു തആല അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. നമ്മുടെ ഖലീൽ തങ്ങൾക്ക് നല്ല സുഖമില്ലാതെ ഉണ്ടായിരുന്നു, അൽഹംദുലില്ലാഹ് ഇപ്പോൾ വളരെ സുഖമായി കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ, അല്ലാഹു തആല അവർക്ക് ദീർഘകാലം ദീനിന്റെ ഖിദ്മത്തിൽ ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. നമ്മുടെ ആലിമീങ്ങൾക്കെല്ലാം അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഞാൻ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് ദീനിന്റെ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് എനിക്ക് വല്ലാതെ പ്രചോദനം നൽകി, എനിക്ക് ധൈര്യം തന്ന ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫ തങ്ങൾ, അല്ലാഹുവിற்கு ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. എന്റെ കൂടെ ബസ്സിൽ കയറിയിട്ട് നിന്ന് ഇങ്ങനെ ബസ്സിൽ പിടിച്ചു തൂങ്ങി നിന്നിട്ട് എത്രയോ തങ്ങളവറുകൾ ദീനീ ഖിദ്മത്തിന് വേണ്ടി എന്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. മഹാനവറുകളുടെ മനസ്സിൽ ചില ഉദ്ദേശങ്ങളുണ്ട്, അല്ലാഹു തആല അത് വളരെ എളുപ്പത്തിൽ പൂർത്തീകരിക്കട്ടെ. അതുപോലെ കൂത്തുപറമ്പിലുള്ള ഉസ്മാൻ ഹാജിക്ക് ഒരു ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മരിച്ചുപോയ നമ്മുടെ കുടുംബങ്ങളും മറ്റും ധാരാളം ഉണ്ട്. നമ്മുടെ മുത്തലിബ് ഉസ്താദിന്റെ ഉപ്പാന്റെ പെങ്ങൾ ഇന്നലെ മരിച്ചുപോയി, അല്ലാഹു ഖബറിനെ സന്തോഷത്തിലാക്കട്ടെ. ഇവിടെ 24 മണിക്കൂർ ഉണ്ടാകുന്ന നമ്മുടെ ബഷീർ അപകടത്തിലായിട്ട് വീട്ടിൽ കിടപ്പുണ്ട്. അല്ലാഹുവെ പൂർണ്ണമായ ആഫിയത്ത് നൽകണം റഹ്മാനെ, നല്ല ആരോഗ്യത്തോടെ അധ്വാനിക്കാനുള്ള ശേഷി നൽകണം റഹ്മാനെ. ഇവിടെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. ഞാൻ വായിച്ചതും പറയാത്തതും എത്രയോ കൂടുതൽ ഉണ്ട്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാണ്. ഇന്ന് നമ്മുടെ ഹൽക്കത്ത് വന്ന ആളുകൾക്ക് ഒരു ചെറിയ ഭക്ഷണം ബർക്കത്തിന് വേണ്ടി നൽകുന്നത് ഉണ്ട്. അള്ളാഹു അത് നമുക്ക് ബർക്കത്ത് ചെയ്ത് എല്ലാവർക്കും തികച്ചു പെരുമാറാകട്ടെ. വിതരണം ചെയ്യുമ്പോൾ വളരെ അച്ചടക്കത്തോടെ ഇരുന്ന സ്ഥലത്തങ്ങ് എത്തും. നിങ്ങൾ വിക്രിയിലിനെടുത്ത് നിങ്ങളെ കയ്യിലങ്ങ് എത്തും. ആ ഭക്ഷണം പൂർണ്ണമായി ഏറ്റെടുത്ത ദുബായിലെ നമ്മുടെ 2 പ്രവർത്തകന്മാരുണ്ട്. ഒന്ന് നമ്മുടെ അടുത്ത നാട്ടുകാരനാണ്, ഒന്ന് തൃശ്ശൂർ ജില്ലക്കാരനാണ്. രണ്ടാളും ഷെയർ ഒന്നായിട്ട് അടുത്തടുത്ത റൂമിൽ താമസിക്കുന്നവരാണ്. ഞാൻ നിർബന്ധിച്ച് പറഞ്ഞുകൊണ്ടല്ല, അവർ ചെറിയ സൂചന നൽകിയപ്പോൾ ഞാൻ സാധാരണ എല്ലാവരോടും അങ്ങനെ തന്നെ പറയാറുള്ളൂ. നിർബന്ധിച്ച് ആരോടും ഇന്ന് വരെ ഒരു പിരിവും വാങ്ങിയിട്ടില്ല. അല്ലാഹു തആല അതിൽ ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. ഒരു പൊരുത്തപ്പെടാത്ത നിലയ്ക്ക് എങ്ങനെ കൊടുക്കാൻ വെച്ചിട്ട് തന്നിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. നല്ല സന്തോഷത്തോടെ കൊടുക്കുന്നതിലാണ് കാര്യം, അതിലാണ് ബർക്കത്ത്. അല്ലാഹു തആല നമ്മുടെ എല്ലാ വിഷയത്തിലും ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ സൂചിപ്പിച്ചപ്പോൾ അവര് അത് ഞങ്ങൾ തരും എന്ന് വിളിച്ചു പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല അവർക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് ഭക്ഷണം നൽകട്ടെ. അവരുടെ എല്ലാ ബിസിനസ്സുകളിലും ജോലികളിലും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. വേറെ ഒരാള് നമ്മുടെ കല്ലാച്ചി പള്ളിക്ക് 5 സെന്റ് സ്ഥലം തരുമെന്ന് വാഗ്ദത്തം ചെയ്ത് ഒരു കുറച്ച് സംഖ്യ തന്നിട്ടുണ്ട്. ഇനിയും തരാൻ ബാക്കിയുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് അത് തരാൻ തൗഫീഖ് ചെയ്യട്ടെ. അദ്ദേഹത്തെ വെറുതെ ഞാനൊന്ന് ലോകത്തിൽ നിന്ന് പകൽ വിളിച്ചിരുന്നു രാവിലെ. അപ്പൊ എന്നോട് ചോദിച്ചു ഭക്ഷണം ആരെങ്കിലും ഏറ്റിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത് ഏറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു, ഒരു വലിയൊരു കാര്യം ബാംഗ്ലൂരിൽ ഒരു ബിസിനസ് ശരിയായിട്ടുണ്ടായിട്ട് ശരിയായി ഉടനെ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കല്ലാച്ചി പള്ളിക്ക് സ്ഥലത്തിന് ഞാൻ ഏറ്റ പൈസ ഇതുവരെ കിട്ടിയില്ല. അദ്ദേഹത്തിന് പല ബിസിനസ്സായിട്ട് കയറാൻ കഴിയാത്തതുകൊണ്ടാണ്. അത് തരും എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒന്ന് ചെറിയ എന്തെങ്കിലും ഇന്നത്തേലും കണക്കാക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിനെ ഞാൻ പറഞ്ഞാൽ പിന്നെ അതുണ്ടല്ലോ, അതുകൊണ്ട് ഒരു 100 സ്ക്വയർ ഫീറ്റ് ഒരു 50,000 രൂപ കണക്കാക്കണം, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അല്ലാഹു തആല അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം വളരെ എളുപ്പത്തിൽ ഹൈറായ നിലക്ക് അല്ലാഹു തആല അത് പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ഇന്നലെയും മിഞ്ഞാന്നും ഒക്കെ വന്നിട്ട് ഓരോരുത്തർ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ നേർച്ചയാക്കിയവരുണ്ട് പല കാര്യത്തിൽ. ലണ്ടനിൽ നിന്ന് ഇന്ന് വൈകുന്നേരം എന്നെ വിളിച്ചു. അവിടെ ഒരു അമുസ്ലിം സഹോദരന് കുട്ടി ഉണ്ടാകണം, കുട്ടി ഉണ്ടായാലും 2 ലക്ഷം രൂപ ഓൻ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അല്ലാഹു തആല ഹൈറായ കുട്ടിയെ കൊടുക്കട്ടെ. നമ്മുടെ സ്ഥാപനത്തിന് അല്ലാഹു തആല തന്ന ഒരു ബർക്കത്താണ്. അൽഹംദുലില്ലാഹ്, അത് അല്ലാഹു നിലനിർത്തി തട്ടെ. ഇപ്പൊ എൻ്റെ അടുത്തുണ്ട് ഓരോരുത്തർ വലിയ ഫലങ്ങൾ നേർച്ച ചെയ്തിട്ട് ഫലങ്ങൾ അറിയിച്ചുകൊണ്ട് എഴുതിയ കത്തുകൾ എത്രയോ ഉണ്ട്. ഒരു 19 കത്ത് ഞാൻ ഈ അടുത്ത് പ്രസിദ്ധീകരിച്ചത് തന്നെ ഉണ്ട്. അല്ലാഹു തന്ന ആ ബർക്കത്ത് 2 ലക്ഷം ഉറുപ്പികയുള്ള ഒരു മാസത്തിൽ സിറാജുൽ നേർച്ച കിട്ടാറുണ്ടായിരുന്നു. നമ്മുടെ നാദാപുരത്ത് വന്നിട്ട് ഒരാള് ഇങ്ങനെ ഞാൻ നേർച്ച പൈസ കിട്ടിയാൽ വാങ്ങി കീശയിലിടുന്നത് വീഡിയോയിൽ പിടിച്ചിട്ട് ഇവിടെ CD പ്രദർശിപ്പിച്ച് കാണിച്ചു. കണ്ടോ ഇവരെ പരിപാടി കണ്ടോ, പൈസ കിട്ടുമ്പോൾ കീശയിൽ ഇങ്ങനെ ഇടുകയാണെന്ന് കാണിച്ചു.
എന്നിട്ട് കുറെ പരിഹസിച്ച് സംസാരിച്ചു. അൽഹംദുലില്ലാഹ്, അയാൾ പരിഹസിച്ച് സംസാരിച്ചതുകൊണ്ട് അവരെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾക്കും ഇപ്പൊ തോന്നി അവിടെ എന്തോ ഒരു അത്ഭുതമുണ്ട്, ഇപ്പൊ അവരും നേർച്ചയാക്കുന്നുണ്ട്, ഇപ്പൊ 3 ലക്ഷം റുപ്യ മാസത്തിൽ കിട്ടുന്നുണ്ട്. അള്ളാഹു താല തന്ന ബർക്കത്താണ്, അള്ളാഹ് അത് നിലനിർത്തിത്തട്ടെ. പക്ഷേ ഒരു മാസം ചെലവ് കഴിയണമെങ്കിൽ 15 ലക്ഷം റുപ്യോളം വേണം സിറാജുൽ ഹുദന്റെ ചെലവ് ചെയ്യാൻ. അത്രയും സ്ഥാപനങ്ങൾ അതിന്റെ കീഴിൽ നടക്കുന്നുണ്ട്. അതിലൊരു 5-6 ലക്ഷം റുപ്യ സ്കൂളുമായി ബന്ധപ്പെട്ടതാണ്. അത് പിന്നെ വാങ്ങുന്ന ഫീസെല്ലാം കൊണ്ട് അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകും. എന്നാലും ഒരു 5-8 ലക്ഷം റുപ്യ ഒരു മാസത്തിൽ അതിന്റെ കീഴിലുള്ള പള്ളിയും മദ്രസയും കുട്ടികളെ ഭക്ഷണമൊക്കെ ആയിട്ട് വരും. അപ്പൊ എത്ര കിട്ടിയാലും മതിയാവൂല. നിങ്ങളൊക്കെ വേർക്കണം. വിദേശങ്ങളിലൊക്കെ ഉള്ള ആളുകൾ അവിടെയുള്ള റസീവർമാർ വരുമ്പോഴും നാട്ടിൽ റസീവർമാർ വരുമ്പോഴൊക്കെ ഉമ്മമാരും ഒക്കെ സിറാജുൽ ഹുദയെ സഹായിക്കണം. ഈ സ്ഥാപനങ്ങളൊന്നും പാവപ്പെട്ട എന്റേതല്ല, അല്ലെങ്കിൽ വേറെ ആരുടേതും അല്ല. ബഹുമാനപ്പെട്ട തങ്ങൾ അതിന്റെ വൈസ് പ്രസിഡന്റാണ്, കാന്തപുര ഉസ്താദ് പ്രസിഡന്റാണ്, ഞാനതിന്റെ സെക്രട്ടറിയാണ്. പിന്നെ നമ്മുടെ പ്രായം ചെന്ന് തങ്ങളുണ്ട്, PCS തങ്ങൾ കുറ്റ്യാടി, അള്ളാഹുക്ക് ദീർഘായുസ്വാഫിയത്തും കൊടുക്കട്ടെ, തങ്ങളതിന്റെ ഖജാൻജിയാണ്. ഏത് ആധാരം എടുത്തു നോക്കിയാലും അത് ഈ കമ്മിറ്റിക്ക് രജിസ്റ്റർ ചെയ്താണ്. പലതും പറയുന്നവരും അതുമായിട്ട് ആയിക്കോളണം, നമ്മളൊന്നും അറിയില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ എപ്പോഴും സഹായിക്കണം, സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളോട് നിങ്ങൾ ഏതാ നാട് എന്ന് നമ്മൾ ചോദിക്കാറില്ല. നിങ്ങൾ കാണാം ഉറുദുക്കാരായ കുട്ടികൾ, ഒരു 10-60ഓളം കുട്ടികൾ, നമുക്കവരുടെ നാടും അറിയില്ല, വീടും അറിയില്ല, കുടുംബവും അറിയില്ല. വളരെ പാവപ്പെട്ട മക്കളാണ്. പെരുന്നാളിന്റെ തുണിയടക്കം നമ്മൾ എടുത്തു കൊടുക്കാണ്. അൽഹംദുലില്ലാഹ്, അവർ ഉറുദുക്കാരായ ആളുകൾ തന്നെ ഉസ്താദുമാര് അവരെ പഠിപ്പിച്ച്, ഖുർആൻ പഠിപ്പിച്ച്, ദീന് പഠിപ്പിച്ച്, ഇംഗ്ലീഷ് പഠിപ്പിച്ച്, ഉറുദു പഠിപ്പിച്ച്, അതുപോലെ ഭൗതിക വിദ്യാഭ്യാസവും അതുപോലെ മതവിദ്യാഭ്യാസവും കൊടുത്ത് അവർ തീവ്രവാദികളും മറ്റൊന്നും ആകാത്ത നിലക്ക് അവരെ നന്നാക്കി വളർത്തുകയാണ്. അതുപോലെ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കുട്ടികൾ, അവരുടെ ശരീഅത്ത് കോളേജ് ദേവാക്കുള്ള കുട്ടികൾ, അവർ ഇന്ന നാട്ടുകാരാണ്, അല്ലെങ്കിൽ ഇവരെ ബാപ്പന്റെ കക്ഷി ഏതാണ്, പാർട്ടി ഏതാണ്, ഗ്രൂപ്പ് ഏതായിരുന്നു നമ്മൾ നോക്കലില്ല. കുട്ടികളൊക്കെ പഠിക്കുക, എല്ലാം മക്കൾ നമ്മളെ തന്നെയാണ്. എല്ലാവരും നമ്മളെ മക്കളാണ്. അല്ലാഹു എല്ലാ മക്കൾക്കും ബർക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് എല്ലാവരും സ്ഥാപനത്തെ എപ്പോഴും സഹായിക്കണം എന്ന് ഉണർത്തുന്നു. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റഹ്മാനേ, ഞങ്ങൾ 7 ദിവസം നിന്റെ പരിശുദ്ധ ഖുർആൻ ഓതി, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഹദീസുകൾ ഉദ്ധരിച്ച്, നിന്റെ ഇമാമീങ്ങളും പണ്ഡിതന്മാരും എഴുതി വെച്ച കിതാബുകളിലുള്ള നിയമങ്ങളും ചരിത്രങ്ങളും പറഞ്ഞുകൊണ്ട് ഒരൽപ്പം ദീനിന്റെ വിഷയങ്ങൾ സംസാരിച്ചു. റബ്ബേ, അത് നീ ഞങ്ങൾക്ക് തന്ന തൗഫീഖാണ്, നീ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹമാണ്. അതിന്റെ എല്ലാ ബഹുമാനങ്ങളും അതിന്റെ എല്ലാ സ്തുതികളും നിനക്കാണ് റഹ്മാനേ. നീ തന്നതല്ലാതെ ഞങ്ങളെ മനസ്സിലില്ല, നീ തരുന്ന കഴിവല്ലാതെ ഞങ്ങളെ നാവിനില്ല, ശരീരത്തിനില്ല. നീ തരുന്ന തൗഫീഖ് കൊണ്ടല്ലാതെ ഒരു ചെറിയ ചലനം പോലും ഞങ്ങളെ കൊണ്ട് സാധ്യവുമല്ല. നീ തന്ന നിയമത്തിന് ശുക്ർ ചെയ്യാൻ കഴിയാത്തതിന്റെ പേരിൽ ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ റഹ്മാനേ. ഞങ്ങൾക്ക് നന്ദി ചെയ്യാനുള്ള ഭാഗ്യം തരണേ റഹ്മാനേ. റബ്ബേ, ഞങ്ങളെ ദുആക്ക് ഉത്തരം തരണേ റഹ്മാനേ. റബ്ബേ, ഞങ്ങൾ ഇവിടെ ആരുടെ പേരിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി എന്ന് നിനക്കറിയാം. ഞങ്ങളുടെ മരണപ്പെട്ടുപോയ ഉസ്താദുമാരുടെയും കുടുംബക്കാരുടെയും മുഅ്മിനീങ്ങളുടെയും ഞങ്ങളെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും സഹായിച്ചവരുടെയും പേരിൽ ഞങ്ങൾ ഓതിയത് മുഴുവനും അവരുടെ ഹദ്റത്തിൽ നീ എത്തിക്കണം റഹ്മാനേ. ഞങ്ങളെ സ്നേഹിച്ചും ഞങ്ങളുടെ ദീനിന്റെ പ്രവർത്തനങ്ങളെ സ്നേഹിച്ചും അതാ വഖഫ് തന്നവർ, റബ്ബേ, മരിച്ചുപോയ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ ഖബറിനെ നീ സന്തോഷത്തിലാക്കണേ റഹ്മാനേ. ഞങ്ങളെയും അവരെയും ഈ അർശിന്റെ തണലിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. അദ്ദേഹത്തിന്റെ ഭാര്യ വീടിട്ട് അപകടം പറ്റിക്കിടക്കുന്നുണ്ട്, നീ സലാമത്ത് നൽകണേ റഹ്മാനേ. കുടുംബത്തിന് ബർക്കത്ത് ചെയ്യണേ റഹ്മാനേ. അദ്ദേഹത്തെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. റബ്ബേ, ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഉസ്താദുമാർ, ആലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, ഞങ്ങളെ കുടുംബങ്ങൾ, ഞങ്ങളെല്ലാവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. റബ്ബേ, വയറ് പറയാൻ പാവപ്പെട്ട എനിക്ക് ഒരു അർഹതയും യോഗ്യതയുമില്ല. എന്നെക്കാൾ വിവരമുള്ളവരാണ് സദസ്സിൽ എത്രയോ ആളുകൾ. റബ്ബേ, എന്നെക്കാൾ നിന്നെടുക്കൽ എത്രയോ നല്ലവരാണ് സദസ്സിലുള്ള മുഅ്മിനീങ്ങൾ. ഞങ്ങൾ പാവപ്പെട്ട അടിമകളാണ്. ഈ പാവപ്പെട്ട എനിക്കോ ഞങ്ങളെ സദസ്സിൽ വന്നവർക്കോ ആർക്ക് എന്ത് തെറ്റുകുറ്റങ്ങളുണ്ടോ ഞങ്ങൾ മറന്നാലും നീ മറന്നിയില്ലാത്തവനാണ്. നിന്റെ മലക്കുകൾ റിക്കാർഡ് ചെയ്തു പോയതാണ്. നീ കൽപ്പിച്ചത് എന്ത് ഞങ്ങളോട് ഒഴിഞ്ഞു പോയോ, നീ വിരോധിച്ചത് എന്ത് ഞങ്ങളോട് ചെയ്തു പോയോ. ബാപ്പാക്കളെ റഹ്മാനേ,
ബാപ്പാക്കളെ റഹ്മാനെ, ഞങ്ങൾ ഈ ദിവസങ്ങൾക്കിടയിൽ നരകത്തെ സംബന്ധിച്ച് നീ പഠിപ്പിച്ചത് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, സ്വർഗത്തെ കുറിച്ച് നീ പഠിപ്പിച്ചത് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, നിന്റെ പൊരുത്തത്തെ കുറിച്ചും നിന്നെ സ്നേഹിക്കുന്നതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, ഞങ്ങൾ സ്വർഗത്തിന് അർഹരാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പക്ഷേ ഞങ്ങളെ സ്വർഗത്തിൽ കടക്കാൻ മാത്രം നീ ഔദാര്യം കൊണ്ട് അർഹനാണ് റഹ്മാനേ. നരകത്തിൽ കടക്കാൻ കാരണമായ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുണ്ടാകാം. അതെല്ലാം പുറത്തു തരാൻ മാത്രം നീ കഴിവുള്ളവനാണ് റഹ്മാനേ. ഞങ്ങളെ സദസ്സിൽ വന്ന എല്ലാ ചെറുപ്പക്കാർക്കും, എല്ലാ മുഅ്മിനീകൾക്കും മുഅ്മിനാത്തുകൾക്കും, പാവപ്പെട്ട എനിക്കും കുടുംബങ്ങൾക്കും ഭാര്യമാർക്കും സന്താനങ്ങൾക്കും ഉസ്താദുമാർക്കും ശിഷ്യന്മാർക്കും ഞങ്ങളുമായി ജീവിതത്തിൽ നല്ല ബന്ധം പുലർത്തിയ എല്ലാവർക്കും നീ ബാപ്പാക്കളെ റഹ്മാനേ, ബാപ്പാക്കളെ റഹ്മാനേ, ഞങ്ങളുടെ സർവ്വ തെറ്റുകുറ്റങ്ങളും കഴുകി വൃത്തിയാക്കിയിട്ടല്ലാതെ ഞങ്ങളെ തിരിച്ചയക്കരുത് റഹ്മാനേ. അർഹമുർറാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, നിന്റെ ദീനിന്റെ ബർക്കത്ത്, നിന്റെ ദീനിന്റെ ഇൽമിന്റെ ബർക്കത്ത് എന്ന് നിലക്ക് നിന്റെ ദീനിന്റെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും തന്ന പതിനായിരങ്ങളുണ്ട്. എത്രയോ പ്രശ്നങ്ങൾ വിളിച്ചു പറഞ്ഞവരുണ്ട്, എഴുതി അറിയിച്ചവരുണ്ട്, റബ്ബേ നേരിൽ പറഞ്ഞവരുണ്ട്. എല്ലാം അറിയുന്നവരും ഒന്നും മറന്നു പോകാത്തവരുമല്ലേ നീ റബ്ബേ. ആര് എന്ത് ഉദ്ദേശം വെച്ച് ആര് സദഖ ചെയ്തോ, ആര് സ്ഥലം വഖഫ് ചെയ്തോ, ആര് എന്ത് കർമ്മം ചെയ്തോ, ആരെന്ത് നേർച്ച ചെയ്തോ, അതെല്ലാം നീ കൊടുക്കണേ റഹ്മാനേ. എന്ത് പ്രശ്നമാണെങ്കിലും നീ പരിഹരിക്കണേ റഹ്മാനേ. വിസയുടെ പ്രശ്നമുണ്ട്, രോഗത്തിന്റെ പ്രശ്നമുണ്ട് റബ്ബേ, എന്ത് പ്രശ്നമാണെങ്കിലും നീ പരിഹരിക്കണം റഹ്മാനേ. പാസ്പോർട്ടിന്റെ പ്രശ്നമുള്ളവരുണ്ട്, ജയിലിൽ കിടക്കുന്നവരുണ്ട്, പേടിച്ചുകൊണ്ട് ജോലിയെടുക്കുന്നവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, ഇടകളില്ലാത്തവരുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും നീ ഹൈറായ പരിഹാരം കൊടുക്കണേ റഹ്മാനേ. റബ്ബേ, കിഡ്നിയുടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, സങ്കടം പറഞ്ഞവരുണ്ട്, ഹാർട്ടിന്റെ രോഗമുള്ളവരുണ്ട്, ഷുഗറിന്റെ രോഗമുള്ളവരുണ്ട്, പ്രഷറിന്റെ രോഗമുള്ളവരുണ്ട്, കൈ കാല് കണ്ണ് മൂക്ക് തുടങ്ങി പല അവയവങ്ങൾക്ക് രോഗമുള്ളവരുണ്ട്. നീ പൂർണ്ണമായി സുഖപ്പെടുത്തണം റഹ്മാനേ. ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. أعوذ بكلمات الله التامات من شر ما خلق. أعوذ بكلمات الله التامات من شر ما خلق. أعوذ بكلمات الله التامات من شر ما خلق. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. رضينا بالله ربا وبالإسلام دينا وبمحمد نبيا. رضينا بالله ربا وبالإسلام دينا وبمحمد نبيا. رضينا بالله ربا وبالإسلام دينا وبمحمد نبيا. بسم الله والحمد لله الخير والشر بمشيئة الله. بسم الله والحمد لله الخير والشر بمشيئة الله. بسم الله والحمد لله الخير والشر بمشيئة الله. آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهر. آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهر.